ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഉച്ചയോടടുത്ത് നമ്മെ വിട്ട് കഴിഞ്ഞ 96 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയായ പ്രിയ അമ്മച്ചി, ഞങ്ങളൊക്കെയും വാത്സല്യപൂർവ്വം വിളിക്കുന്നത് വല്യമ്മ എന്നാണ്, ഇവിടെ നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക്, ഉത്തമമായ ഉന്നതമായ മറ്റൊരു രാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. നാം ഇപ്പോൾ ഇവിടെ ആ ഭൗമ ശരീരത്തിൻ്റെ യാത്രയയപ്പ്, സംസ്കാര ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. ആ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ടുള്ളതായ ഒരു ഗാനാലാപത്തോടുകൂടെ നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ദൈവരാജ്യം അത് സമാധാനം എന്നുള്ളതായ ഗാനം പാടി നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കാം. $925 അതിന് ദൈവരാജ്യം സമാധാനം സന്തോഷമതു നീതിയും ശുദ്ധിയും പുത്രൻ മൂലം സൗജന്യദാനം താഴ്മയുള്ളെല്ലാവർക്കും തുറന്നിരിക്കുന്നു സ്വർഗം താതനോടും അടുക്കാം ദൈവദൂതന്മാരിൻ വർഗം സേവയ്ക്കായൊരുക്കമാം ദൈവരാജ്യം സമാധാനം സന്തോഷമതു നീതിയും ശുദ്ധിയും പുത്രൻ മൂലം സൗജന്യദാനം താഴ്മയുള്ളെല്ലാവർക്കും സത്യപ്രജകളെല്ലാരും രാജകീയ കുലമാം ദൈവസന്നിധിയിൽ വാഴും ഇവരെ പൗരോഹിത്യം ദൈവരാജ്യം സമാധാനം സന്തോഷമതു നീതിയും ശുദ്ധിയും പുത്രൻ മൂലം സൗജന്യദാനം താഴ്മയുള്ളെല്ലാവർക്കും നിത്യജീവനിഹത്തിങ്കൽ ദേഹിക്കനുഭവമാം ദേഹം കർത്തൻ വരവിങ്കൽ പ്രാപിക്കും രൂപാന്തരം ദൈവരാജ്യം സമാധാനം സന്തോഷമതു നീതിയും ശുദ്ധിയും പുത്രൻ മൂലം സൗജന്യദാനം താഴ്മയുള്ളെല്ലാവർക്കും ദൈവമേ നിൻ സ്വർഗരാജ്യം വന്നാലേ വന്ദനം നിന്റെ ജനത്തിൻ സൗഭാഗ്യം പറഞ്ഞു തീരാത്തതാം ദൈവരാജ്യം സമാധാനം സന്തോഷമതു നീതിയും ശുദ്ധിയും പുത്രൻ മൂലം സൗജന്യദാനം
താഴ്മയുള്ള എല്ലാവർക്കും. തൊള്ളായിരത്തി 94 പാട്ട് പാടാം. യെരുശലേമൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. അതിന് 1-ാമത്തെയും 4-ാമത്തെയും 6-ാമത്തെയും 8-ാമത്തെയും ചരണങ്ങൾ പാടാം. 1, 6, 4, 8. യെരൂശലേമിമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമിൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. ഭക്തരിൻ ഭാഗ്യതലമേ പരിമളസ്ഥലം നീയേ. ഭക്തരിൻ ഭാഗ്യതലമേ പരിമളസ്ഥലം നീയേ. ദുഃഖം വിചാരം പ്രയത്നം നിങ്ങളങ്ങില്ലേ. ദുഃഖം വിചാരം പ്രയത്നം നിങ്ങളങ്ങില്ലേ. യെരൂശലേമിൻ ഇമ്പവിടെ എന്നോ ഞാൻ വന്നു ചേരും. യെരൂശലേമിൻ ഇമ്പവിടെ എന്നോ ഞാൻ വന്നു ചേരും. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. ജീവനദി ഇമ്പശബ്ദം മേവിയതിലൂടെ. ജീവനദി ഇമ്പശബ്ദം മേവിയതിലൂടെ. പോവതുമീരാറു വൃക്ഷം നിൽപ്പതും മോടി. പോവതും മീരാറു വൃക്ഷം നിൽപ്പതും മോടി. യെരൂശലേമിൽ അധിപനീശോ തിരുമുഞ്ഞാൻ സ്തുതി പാടാം. യെരൂശലേമിൽ അധിപനീശോ തിരുമുഞ്ഞാൻ സ്തുതി പാടാം. വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ. വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ. യെരൂശലേമിൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമിൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോൾ
നാളിങ്ങൊഴിയും. ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രിയ വല്യമ്മ ഉൾപ്പെട്ടു നിൽക്കുന്നതായ സിയോൺ സഭയിലെ എൽഡർമാരിൽ ഒരാളായ ജെയിംസ് വില്യം മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിലിരുന്ന് നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇന്ന് രാവിലെ ഞങ്ങളെ ഈ ഭവനാങ്കണത്തിൽ കൂട്ടിവരുത്തിയ നിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ ദാസിയും ഞങ്ങളുടെ പ്രിയ സഹോദരിയുമായവളെ നിൻ്റെ അടുക്കിലേക്ക്, നിൻ്റെ മാറുവിടത്തിലേക്ക് ചേർത്തുകൊള്ളുവാൻ നിനക്ക് തിരുമനസ്സായി. കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് കയറി വരിക എന്നുള്ള ശബ്ദം കേട്ട് വളരെ ശാന്തമായി, വളരെ സുബോധത്തോടുകൂടെ, വളരെ സന്തോഷത്തോടുകൂടെ, ഉറച്ച മനസ്സോടുകൂടെ തന്നെ നിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നിൻ്റെ ദാസിയെ നീ സഹായിച്ചല്ലോ എന്നോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദാസിയെക്കുറിച്ചുള്ള അനേക ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഞങ്ങളെ വളരെ സന്തോഷിപ്പിക്കുന്നതും നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം മതിയായതുമായ സ്മരണകളാണ്. ഇന്ന് ആ സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അത് നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഏറെ സഹായിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുന്നു. കർത്താവേ, ഈ പ്രിയപ്പെട്ടവളുടെ മൃതശരീരത്തിന് ഉചിതമായ യാത്രയപ്പ് നൽകുവാൻ തക്കവണ്ണം ഇവിടെയുള്ളതായ സഭയിലെ സഹോദരി സഹോദരന്മാരും ബന്ധുമിത്രാദികളും തന്നെ സ്നേഹിക്കുന്ന പലരുമായി ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഈ വലിയ സഭയുടെ മധ്യത്തിങ്കൽ നിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തൻ്റെ വേർപാടിൽ പല നിലയിലുള്ളതായ ദുഃഖങ്ങളാണ് ഞങ്ങളെയൊക്കെ ഭരിക്കുന്നത്. കർത്താവെ, ആ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം നിന്നിലുണ്ട്, നിൻ്റെ വചനത്തിലുണ്ട്. നിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണം. നിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഇന്നത്തെ ശുശ്രൂഷയെ നീ ഉപയോഗിക്കണം. ഇവിടെ പാടുന്ന പാട്ടുകൾ, ഇവിടെ പറയുന്നതായ കർത്താവെ ആലോചനകൾ, ചിന്തകൾ എല്ലാം തിരുനാമമഹത്വനാക്കി തീർക്കണം എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണം. കർത്താവെ, നിൻ്റെ വചനത്തിന്മേൽ വേണ്ടുന്ന എല്ലാ പ്രകാശവും ശുശ്രൂഷിക്കുന്ന നിൻ്റെ ദാസനെ നീ കൊടുക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ കർത്താവെ, ഞങ്ങൾക്ക് ഒന്നിച്ച് ഇവിടെ ഇരുന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കർത്താവെ, ഭക്തന്മാർ സ്തേഫാനോസിനെ അടക്കിയതുപോലെ ഏറ്റവും ഉചിതമായ ഒരു യാത്രയപ്പ്, ഒരു അടക്കം ഞങ്ങളുടെ പ്രിയ മാതാവിനെ, ഞങ്ങളുടെ പ്രിയ അമ്മച്ചിക്ക് നൽകുവാൻ തക്കവണ്ണം ഇന്ന് രാവിലെ നീ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകല മഹത്വവും നിനക്ക് തന്നെ ഞങ്ങൾ തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അത് ഉൾക്കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരിപ്പാൻ ദൈവം നമുക്ക് ആവശ്യമായ എല്ലാ കൃപയും നൽകുമാറാകട്ടെ. തിരുവഴുത്തിൽ 84 വർഷം വിധവയായ ഒരു പ്രവാചികയെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അവളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ദൈവാലയം വിട്ടു മാറാതെ ആരാധന കഴിച്ചു പോന്നു എന്നുള്ളതായ ഒരു വാക്യമാണ് ആ പ്രവാചികയെക്കുറിച്ച് നാം വായിക്കുന്നത്. നമ്മെ വിട്ടു പിരിഞ്ഞതായ പ്രിയ വല്യമ്മയോട് അമ്മച്ചിയുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 49 വർഷം വൈധവ്യം അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിപ്പാനാണ് ദൈവം പ്രസാദിച്ചത്. 1964 പ്രിയ പിതാവ് അപ്പച്ചൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. തൻ്റെ ചരമകുറിപ്പ് ഞാൻ ഇന്നും സൂക്ഷിച്ചു വയ്ക്കുന്നതായ ഒരു അമൂല്യ രേഖയാണ്. ചില രേഖകളൊക്കെ ഞാൻ സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ തൻ്റെ ചരമകുറിപ്പും എൻ്റെ കൈവശം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അതൊന്നെടുത്ത് നോക്കുവാൻ ഇടയായി. പ്രിയ വല്യമ്മ മരിച്ചപ്പോൾ പ്രിയ വല്യമ്മയുള്ള ബന്ധത്തിൽ സഭാതലത്തിൽ ഞങ്ങൾക്ക് വിസ്മരിച്ചുകൂടാത്തതായ പല നാഴികക്കല്ലുകൾ, പ്രത്യേക ചില സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ദൈവനാമഹത്വത്തിനായിട്ട് ചുരുക്കം ചില വാക്കുകളിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ മറ്റ് വിശേഷണങ്ങളൊന്നും കൂടാതെ തന്നെ ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കട്ടെ.
കഴിഞ്ഞ 42 വർഷമായി സഭയായി ഞങ്ങളുടെ മധ്യത്തിലുള്ളതായ പാവപ്പെട്ടവരും വിധവമാരുമായ സഹോദരിമാർക്ക് അവരുടെ വസ്ത്രധാരണത്തിൻ്റെ ആവശ്യത്തിൽ ഒരു പങ്ക് സഭയായി നൽകുന്നുണ്ട്. കഴിഞ്ഞ 22 വർഷമായി ശുശ്രൂഷ തുടരുകയും അതിൽ 2-3 വർഷം പിന്നിട്ടതിന് ശേഷം പ്രിയ വല്യമ്മ നൽകുന്നതായ തൻ്റെ വിഹിതം ഒരു കവറാണ് കൊടുക്കുന്നത്. പേര് പറയാതെയാണ് ഇത് കൊടുക്കണം എന്ന് ആദ്യമായിട്ട് എന്നെ ഏൽപ്പിച്ചത്. ഈ 2013 വരെയും ആ ശുശ്രൂഷ വിഘ്നം കൂടാതെ നടത്തുവാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ ആ കവറിന് വളരെ കനം കൂടിയിട്ടുണ്ട്. ആദ്യം കൊടുത്തതായ കവർ പോലെയല്ല, വളരെ കനമേറിയ കവറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് അവർക്ക് ലഭിക്കുന്നവർക്ക് അറിയാം. എന്നാൽ ഇന്ന് ഞാനത് പേര് പ്രസ്താവിക്കുന്നത് ഇപ്പോൾ വല്യമ്മ അത് കേൾക്കുന്നില്ല. എന്നോട് പേര് പറയരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ധൈര്യപൂർവ്വം പറയുകയാണ്, വല്യമ്മയാണ് ആ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരു കാര്യം ഞങ്ങൾക്ക് ഓർപ്പാനായിട്ടുള്ളത്, ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരുന്നതായ വളരെ നിരാലംബരായ ചില വിധവന്മാർ, വീടും കുടിയുമില്ലാത്തവർ, മറ്റുള്ളതായ സമുദായക്കാരുടെ സ്ഥാപനങ്ങളിൽ താമസിക്കുന്നവർ, അവരെ ചൊല്ലി പ്രിയ വല്യമ്മയുടെ മനം ഉരുകിയിരുന്നു. അവർക്ക് ഒരു വാസയോഗ്യമായ സ്ഥലമുണ്ടാകണമെന്ന് വല്യമ്മ ആഗ്രഹിച്ചു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ മധ്യത്തിലുള്ളതായ ഇപ്പോഴറിയപ്പെടുന്നതായ സൺഗ്രൻ മെമ്മോറിയൽ വനിതാ മന്ദിരം, അത് ആരംഭത്തിൽ അതിന് വാർദ്ധക്യകാല വനിതാ മന്ദിരം എന്നായിരുന്നു പേര്. അതിന് ശിലയിട്ട് ആ ചെറിയ പരിമിതമായ ഒരു കെട്ടിടം നിർമ്മിക്കുവാൻ എല്ലാ മുഖാന്തരവും ഒരുക്കിയത് പ്രിയ വല്യമ്മയായിരുന്നു. അതിൻ്റെ സ്തോത്ര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിച്ച് ആ പാവപ്പെട്ടവർക്കായിട്ട് അതിൻ്റെ താക്കോൽ ദാനം നൽകുന്നതിനും ദൈവം വല്യമ്മയെ ഉപയോഗപ്പെടുത്തിയെന്നുള്ളത് ദൈവനാമഹത്വത്തിനായിട്ട് ഞാൻ പറയുകയാണ്. മറ്റൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഇവിടെ 50-ൽ ചില്ലുവാനും വർഷമായിട്ട് നടക്കുന്നതായ സഹോദരിമാരുടെ ക്യാമ്പാണ്. ആ ക്യാമ്പിനുള്ള ബന്ധത്തിൽ ഒരു വർഷക്കാലം സഹോദരിമാർ ആ ക്യാമ്പിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതിനുശേഷം ക്യാമ്പ് ആരംഭിക്കുമ്പോൾ വല്യമ്മയുടെ ആ പ്രാർത്ഥന, ആ കൂടിവരുള്ളതായ സഹകരണവും ക്യാമ്പിനുള്ള ബന്ധത്തിൽ വല്യമ്മ നിർവഹിച്ചിരുന്നതായ വലിയ പങ്കും എന്നുള്ളത് അത് ഒരിക്കലും വിസ്മരിച്ചുകൂടാത്തതായ കാര്യങ്ങളാണ്. ഇങ്ങനെ ഞാൻ പറയുവാൻ തുടങ്ങിയാൽ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നതായ ആ വാക്കിനോട് ബന്ധപ്പെടുത്തി ദൈവവചനം ഞങ്ങളോട് പ്രസംഗിച്ചതല്ല, ദൈവവചനം എങ്ങനെയെന്നുള്ളത് ഞങ്ങൾക്ക് ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തി തന്നതായ പ്രിയ വല്യമ്മ ഇപ്പോൾ കർത്തൃസന്നിധിയിൽ വിശ്രമത്തിനായിട്ട് തനിക്കുള്ളതായ നിത്യമായ വാസസ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. തന്നിൽ നിന്ന് അനുഗ്രഹവും നന്മയും പ്രാപിച്ചതായ അനേകർ ഇവിടെ കൂടിയിട്ടുണ്ട്. ഞാൻ അവരെയൊക്കെയും കാണുന്നു. അവർക്കൊക്കെയും അല്പം സമയം കൊടുത്താൽ എണ്ണി പറയുവാനായിട്ട് എത്രയോ കാര്യങ്ങളുണ്ട്. കഷ്ടമനുഭവിക്കുന്ന ദൈനത്തെ ഒരിക്കലും വല്യമ്മ മറന്നു കളഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു കാര്യം, ഒരു ആവശ്യം സഭയിൽ പ്രസ്താവിച്ചാൽ ഉച്ചയ്ക്ക് യോഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഫോൺ വരും. എനിക്കറിയാം അത് വല്യമ്മയുടെ ഫോണാണെന്ന്. എന്തുകൊണ്ടെന്നാൽ നീ വായിച്ചാലോ എൻ്റെ കയ്യിൽ ഒരു സഹായം ഏൽപ്പിച്ച് അത് ഉടനെ എത്തിച്ചു കൊടുക്കുവാനായിട്ട് പറയുമായിരുന്നു. താൻ തീരെ ശയ്യാലംബയായിട്ട് അവശയായി കിടക്കുന്നത് വരെയും അങ്ങനെയുള്ളതായ ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഓർപ്പിച്ചതുപോലെ അത്തരത്തിലുള്ളതായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ അനേകരെ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. അവർക്കൊക്കെയും സമയം കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. എന്നാൽ നമ്മുടെ ഈ ശുശ്രൂഷയുടെ ക്രമീകരണം അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരോട് മനഃപൂർവ്വം ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേക ലിസ്റ്റ് ക്രമീകരിച്ച് ശുശ്രൂഷയുടെ പരിമിതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതായ പ്രിയപ്പെട്ടവർ ഞങ്ങളോട് മനഃപൂർവ്വം ക്ഷമിക്കണമെന്നുള്ളത് അത് പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഇവിടെ അങ്ങനെയുള്ളതായ ശുശ്രൂഷകൾക്ക് പേര് നിർദ്ദേശിക്കുന്നവർ സമയം വളരെ ക്ലിപ്തമായി പാലിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷ ഉചിതവും ചന്തവുമായിട്ട് നടക്കുകയുള്ളൂ, മറ്റുള്ളതായ പ്രയാസമൊന്നും കൂടാതെ. അതുകൊണ്ട് ആ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവർ ഞങ്ങളോട് പൂർണ്ണമായിട്ടും സഹകരിക്കുകയും സമയകാര്യത്തിൽ
വളരെ ക്ലിപ്തത പാലിക്കുകയും ചെയ്യണമെന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊള്ളുന്നു. ഈ ബന്ധത്തിൽ ഇപ്പോൾ ഞാൻ 3 പേരുടെ പേരുകൾ പ്രസ്താവിക്കുവാൻ പോകുകയാണ്. തൃശ്ശൂരിൽ ബ്രദറൻ പ്രസ്ഥാനം അതിന് തറക്കല്ലിട്ടതായ പുതുക്കാട്ടുകാരൻ അന്തോണി എന്ന മാന്യദേഹം, ഇവിടെയുള്ളതായ പഴയ ആളുകൾക്കും ചരിത്രം വായിച്ചിട്ടുള്ളവർക്കൊക്കെയും അതറിയാം. ആ കുടുംബ പരമ്പരയിൽപ്പെട്ടതായ PV ആൻ്റണി, PC ജോർജ്, PJ ആൻ്റണി എന്നിവർ 5 മിനിറ്റിൽ ഒട്ടും കവിയാതെ ചില കാര്യങ്ങൾ നമ്മെ കേൾപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ഈ സദസ്സിന് മുമ്പാകെ ഈ ഇളയമയുടെ മൃതദേഹത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് വളരെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയല്ലാതെ എനിക്ക് ഒന്നും പ്രത്യേക പറയുവാനില്ല. മക്കൾ 8 പേരുണ്ട്. എന്നാൽ ഏറ്റവും അടുത്ത് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി കടന്നു വരുവാൻ തക്കവണ്ണം എനിക്കാണ് ദൈവം അവസരം നൽകിയത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ മാതാക്കൾ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ഏറ്റവും മാതാവാണ് ഈ മാതാവ്. ഞങ്ങളുടെ മാതാക്കന്മാരൊക്കെയും 4 പിതാക്കന്മാരും 4 മാതാക്കന്മാരാണ് ഉള്ളത്. 4 പിതാക്കന്മാരും വളരെ നേരത്തെ പോയി. അതുപോലെ തന്നെ 3 മാതാക്കന്മാരും നേരത്തെ പോയെങ്കിലും ഈ മാതാവ് ദീർഘകാലം ഇരുന്ന് ഞങ്ങളുടെ ഭവനത്തിനൊക്കെയും തലയായിരുന്നു കൊണ്ട് പല നിർദ്ദേശങ്ങൾ, ആത്മീയമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ താൻ സദാ സന്നദ്ധരായിരുന്നു എന്ന് മാത്രമല്ല, മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരും കണ്ട് സന്തോഷിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള അവസരമായിട്ട് താൻ എടുക്കുകയായിരുന്നു. കൊച്ചുമക്കൾ പ്രസവിച്ചതിന് ശേഷം അവരെ കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു ചുമതല എല്ലാവർക്കും ഉണ്ട്. അവരെ ദൈവകരങ്ങളിൽ ബലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഈ മാതാവിന് എത്രമാത്രം ഹൃദയവാഞ്ചയാണ് ഉണ്ടായിരുന്നതെന്ന് നന്ദിയോടെ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ബന്ധത്തിൽ പല പ്രയാസങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നു. പല വേദനകൾ ശരീരത്തിലുണ്ടായിരുന്നു. അതൊക്കെ ആ സമയത്ത് എന്നെ വിളിക്കുകയും ഞാൻ കടന്നു വന്നാൽ ആദ്യം ആസ്പത്രി കൊണ്ടുപോകണമെന്നല്ല പറയാം, ഒന്ന് പ്രാർത്ഥിക്കും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആൾ പറയും, മോനെ അല്പം സമാധാനമായിട്ടുണ്ട്, തുടർന്നാണ് ഇനി ആസ്പത്രി പോകണ്ടോ എന്ന് പറയാറുണ്ട്. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. എന്നാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ചയും രാവിലെ വിളിച്ചപ്പോഴും ഞാൻ കടന്നു വന്നു. ദൈവത്തിൻ്റെ മഹത്വകരമായ കൃപകൾ അനുഭവിപ്പാൻ അന്നും ഇടയായി. നിന്റെ ദാസിയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും തനിക്ക് ഉണ്ടായിരുന്ന അല്പമായ പ്രയാസങ്ങൾ വളരെ വേഗത്തിൽ മാറുവാനും ഇടയായിത്തീർന്നു. എന്നാൽ അത് തനിക്ക് നേരിട്ട ഒരു ചെറിയ അറ്റാക്കായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ എനിക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ ഡോക്ടർ റോളൻഡിനെ വിളിക്കുകയും റോളൻഡ് കടന്നു വരികയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ശാന്തമായി വിശ്രമിക്കുകയാണ് എന്ന് ആണ് താൻ പറഞ്ഞത്. എന്നാൽ ആ കാര്യം അല്പം സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു. ശനിയാഴ്ച പകൽ മുഴുവൻ സ്വസ്ഥമായിട്ട് ഇരുന്നുവെങ്കിലും ഞായറാഴ്ച രാവിലെ തുടങ്ങി അസ്വസ്ഥത വർദ്ധിക്കുകയും ദൈവസന്നിധിയിലേക്ക് വിളിക്കുവാനുള്ള സന്ദർഭമായി അത് തീരുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം രാവിലെ 11 മണിക്ക് കർത്താവിൻ്റെ വിളി കേട്ട് തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാനാണ് സാധിച്ചത്. ഞാൻ കടന്നു വരുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്നൊരു കാര്യം, ദൈവത്താൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ചോദിച്ച് ദൈവസന്നിധിയിൽ വരമേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. തന്നെ സഹായിപ്പാനായിട്ട് സ്ഥിരമായിട്ട് പലരും ഉണ്ടായിരുന്നുവെങ്കിലും അത് ഇല്ലാതിരുന്ന സന്ദർഭങ്ങളിൽ മോനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞ് ദൈവത്തിന് എന്നെ നോക്കുവാനായിട്ട് ഒരാളെ തരുവാനായിട്ട് കഴിയുമെന്നുള്ളൊരു വിശ്വാസം എത്രമാത്രം ശക്തിയോടുകൂടെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വാസ്തവമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരിക്കൽ പോലും സംഭവിക്കാതെ വണ്ണം സഹായത്തിനായിട്ട് നോക്കുവാനായിട്ട് പലരും ലഭിക്കുവാനും തക്ക സമയത്ത് കാര്യങ്ങൾ നിർവഹിക്കുവാനും കർത്താവ് വഴിയൊരുക്കിയിട്ടുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം എത്രയോ വലിയതാണ്. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് വായിക്കുന്നു. അത് മാത്രമല്ല, യഹോഭക്തിയോടുകൂടെ ആയുസ്സ് ദീർഘമാക്കുന്നു എന്നുള്ള ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നിൻ്റെ ദാസിയോടുള്ള ബന്ധത്തിൽ യഹോഭക്തിയുടെ ആരംഭം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ദൈവം അനുഗ്രഹിച്ചു തൻ്റെ ആയുസ്സിനെ ദീർഘമാക്കിക്കൊണ്ട് 96 ദീർഘവർഷം ഈ ലോകത്തിൽ ജീവിക്കാൻ മാത്രമല്ല, ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനും ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും അല്ല മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ദൈവകരങ്ങളിൽ ബലമേൽപ്പിച്ചുകൊണ്ട് ആ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് സംതൃപ്തനായി തൻ്റെ ഭവനത്തിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം അറിയിക്കാം. നാം ഒരിക്കൽ കാണും, വീണ്ടും കാണും. എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അമ്മച്ചിയുടെ ഭവനം പണിത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിക്കൊണ്ട്
തൻ്റെ ഭവനത്തിലേക്ക് താൻ പോയിരിക്കുകയാണ്. നമ്മുടെ ഭവനം പൂർത്തീകരിക്കുമ്പോൾ നാം പോകും. ആ വലിയ പ്രത്യാശയോടുകൂടെ നിൻ്റെ ദാസിയെ പരമിൽ നമുക്ക് യാത്ര അയക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഈ തലമുറയിൽ ഏറ്റവും മൂത്താൾ എന്ന നിലയിൽ ഈ തലമുറയെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്ത് തന്നെ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അതുകൂടാതെ പ്രിയ വല്യമ്മ ഉള്ള ബന്ധത്തിൽ എനിക്ക് എല്ലാ മക്കളെക്കാളും സ്വന്തം മക്കൾ ഒഴിച്ച് വളരെ അടുത്ത് പെരുമാറുന്നതിനും നന്മകൾ അനുഭവിക്കുന്നതിനും ഇടയായിട്ടുണ്ട്. 1957 ഞാൻ കോഴിക്കോട് പോകുന്നത്. ഒരു വർഷത്തോളം വല്യപ്പൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനും പ്രിയ അമ്മച്ചിയുടെ ശുശ്രൂഷ അനുഭവിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. മക്കളെല്ലാം എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണ്. അവരെല്ലാം ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഞാനുമായിട്ടുള്ള സ്നേഹബന്ധം മറ്റെല്ലാവരേക്കാളും പുലർത്തുവാൻ അവർ കഴിഞ്ഞു. അവർ ആ നിലയിൽ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. മാത്രമല്ല, ഏകദേശം 35 വർഷത്തോളം കോഴിക്കോടാണ് താൻ ജീവിച്ചത് കുടുംബമായിട്ട്. തൻ്റെ കുടുംബത്തിൻ്റെ വിഷമഘട്ടങ്ങളിൽ താൻ കുടുംബമായിട്ട് അവിടെയായിരുന്നു. മാത്രമല്ല, കോഴിക്കോട് സഭയ്ക്ക് വേണ്ടി ആത്മീകമായും ഭൗതികമായും സേവനത്തിലും കരുതലിലും ചെയ്യുവാൻ ലേറ്റ് പി എ പൗലൂസ് എന്ന വല്യപ്പനെ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ അവിടെ ഏകദേശം 2 കോടിയോളം വില വരുന്നതായ ഒരു സഭാ ഹാളും അതിൻ്റെ കോംപ്ലക്സും ഉണ്ട്. അതിൻ്റെ ചിലവിൻ്റെ ഏകദേശം പകുതിയോളം വരുന്ന സംഖ്യ പ്രിയപ്പെട്ടവരുടെ സ്ഥലം വിറ്റതിൻ്റെ ഓഹരിയാണ് എന്നുള്ള പലർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ കോഴിക്കോട് സഭയെയും മലബാറിനെയും സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അവിടെയുള്ള സഹോദരിമാർ ചിലർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കെല്ലാം അക്കയായിട്ട്, അക്ക എന്ന വാക്കിൻ്റെ ജ്യേഷ്ഠത്തി എന്നാണ്, ഇപ്പോഴും അവർ പ്രിയ വല്യമ്മയെ ഓർക്കുന്നു. രണ്ടാമതായിട്ട്, താൻ മലബാർ വിട്ടപ്പോൾ, കോഴിക്കോട് വിട്ടപ്പോൾ തൻ്റെ പ്രതിനിധിയായിട്ട് എന്നെ അവിടെ ആക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം കഴിയുന്നത്ര വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ ആദ്യത്തെ ഘട്ടം 1977 വരെയും പിന്നെ കഴിഞ്ഞ 14 വർഷമായിട്ട് മലബാറിലുള്ളതായ സഭകൾക്കും സുവിശേഷീകരണത്തിനും സജീവമായി പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തൻ്റെ മലബാറിനോടുള്ളതായ കടപ്പാട് നിവർത്തിക്കുവാൻ ദൈവം എന്നെ കൃപയാൽ സഹായിക്കുന്നു എന്നുള്ളത് ഞാൻ സന്തോഷമുള്ളവനാണ്. പ്രിയ ദേവദാസി, ഞങ്ങളുടെ കുടുംബങ്ങളെ ഒന്നിച്ച് തുന്നിച്ചേർക്കുന്നതിൽ, ഒരുമിച്ച് നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വല്യപ്പൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് തൻ്റെ സഹോദരന്മാർ പല നിലയിലും തന്നേക്കാൾ കഴിവ് കുറഞ്ഞവരായിരുന്നു. എന്നാൽ അവരെ തന്നോട് കൂടെ നിർത്തുവാൻ, സഹായിക്കുവാൻ, താങ്ങുവാൻ താൻ ചെയ്തിട്ടുള്ളതായ ഭൗതികമായ സേവനങ്ങൾ, പ്രോത്സാഹനങ്ങൾ വളരെ വലുതാണ്. അതിൽ പൂർണ്ണമായി സഹകരിച്ച ഒരു ഭാര്യയായിട്ട്
പ്രിയ വല്യമ്മ ഇരുന്നു. അത് അവരുടെ ജീവിതത്തിലെ വലിയ കാഴ്ചപ്പാടിൻ്റെയും തൻ്റെ ഭർത്താവിനോടുള്ള സഹത്തിൻ്റെയും എല്ലാ ഒരു മാതൃകയായിട്ട് ഞാൻ എപ്പോഴും ഓർക്കാം. കഴിഞ്ഞ മുമ്പ് ശനിയാഴ്ച ഞാൻ വന്നു, വല്യമ്മയായിട്ട് സംസാരിച്ചു. വളരെ ആത്മീക കാഴ്ചപ്പാടുകൂടെ തന്നെ എന്നോട് സംസാരിക്കുന്നതിനും എന്താ തന്നെ വന്നത് എന്നെപ്പോഴും ചോദിക്കും. എൻ്റെ ഭാര്യ തങ്കമ്മയോട് വളരെയധികം സ്നേഹം താനെപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. പലരെയും തനിക്ക് ഓർമ്മയില്ല, എന്നാൽ തങ്കമ്മയെയും എപ്പോഴും ചോദിക്കുന്ന സ്വഭാവമുണ്ടായി. 2 വാക്യങ്ങൾ പ്രിയ വല്യമ്മയുള്ള ബന്ധത്തിൽ വായിച്ച് മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ, 1 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 15. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. 3 കാര്യങ്ങളാണ് ഒരു വിശ്വാസിനിയെ കുറിച്ച് അവിടെ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും മക്കളെ പ്രസവിച്ചു എന്ന് വെച്ചാൽ മക്കളെ വളർത്തി എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായോഗിക രക്ഷയ്ക്ക് പൂർണ്ണമായ അർഹയായിട്ട് പ്രിയ വല്യമ്മയെ കുറിച്ച് പറയാൻ കഴിയും. അവരുടെ മക്കളെല്ലാവരും അതാത് സഭകളിൽ വെറും സാധാരണ വിശ്വാസികളായിട്ടല്ല, എൽഡേഴ്സായിട്ട് തന്നെയാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലയിലേക്ക് ആത്മീയ കാഴ്ചപ്പാടും കഴിവുമുള്ളവരായിട്ട് അവരെ വളർത്തിയ വല്യമ്മ തീർച്ചയായിട്ടും വളരെയധികം പ്രശംസയ്ക്ക് അർഹയാണ്. ദൈവസന്നിധിയിൽ ദൈവം ഒരിക്കലും ആ കാര്യം മറക്കുകയില്ല. മക്കളുടെ ആശ്വാസത്തിനായിട്ട് ഒരു വാക്യം സഭാപ്രസംഗി 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർ കഴിവില്ല. He hath made everything beautiful in his time. വില്യം മക്ഡൊണാൾഡിൻ്റെ ട്രാൻസ്ലേഷനാണ്. God's every action has its designated time and is eminently fitting. ദൈവം പ്രിയമാതാവിനെ തന്നിലേക്ക് ക്ഷണിച്ചത് 1 മിനിറ്റ് പോലും നേരത്തെയല്ല, കൃത്യസമയത്താണ്, ദൈവത്തിൻ്റെ സമയത്താണ്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം, ദൈവത്തോട് നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. 2-ാമതായിട്ട് അവിടെ പറയുന്നത് മനുഷ്യരുടെ ഹൃദയത്തിൽ നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അവിടെ ആ നിത്യത എന്ന വാക്ക്, ഗോഡ് ഹാസ് പുട്ട് ഇറ്റേണിറ്റി ഇൻ മാൻസ് മൈൻഡ് എന്ന് വെച്ചാൽ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നതായ കാര്യം മനുഷ്യഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ അല്ലെങ്കിൽ അപബോധ മനസ്സിൽ നിലനിൽക്കുന്നതായ ഒരു ലൗകിക സത്യമാണ്. എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ ഒരു മരണമുണ്ടെന്നും മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും അവനോട് എപ്പോഴും മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നു. ആ ശബ്ദം നൽകിയ ദൈവമാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഗോഡ് ഹാസ് പുട്ട് ഇറ്റേണിറ്റി ഇൻ എവരി മാൻസ് മൈൻഡ്. ആ ഒരു ചിന്തയാണ് മനുഷ്യനെ ദൈവിക ചിന്തയിലേക്ക് ആനയിക്കുന്നത്. അവൻ്റെ മതം ഏതായാലും അവൻ ജനിക്കുമ്പോൾ മതത്തോടുകൂടിയല്ല ജനിക്കുന്നത്, മനുഷ്യരാണ് മതങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാൽ അതേ സമയത്ത് ആ ദൈവിക ചിന്തയ്ക്ക് പ്രേരകമായ മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും അത് നിത്യമാണെന്നുമുള്ള ചിന്തയാണ് മനുഷ്യഹൃദയങ്ങളിൽ ദൈവം നൽകുന്നത്. അതാണ് ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള അടിസ്ഥാനപരമായ ബോധം.
ആ ബോധത്തിൽ നിന്നാണ് മനുഷ്യൻ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇറ്റ്സ് കമ്പൽസ് ഹിം ടു തിങ്ക് അബൌട്ട് ഗാഡ് ആൻഡ് സെർച്ച് ഗാഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് എ സേവിയർ. ഒരു രക്ഷിതാവിനെ കണ്ടെത്തുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന സത്യം ഒരു നിത്യതയുണ്ട് എന്നുള്ളതായ സത്യമാണ്. എനിക്കൊരു വാചകം ഒരു ദൈവദാസൻ അല്ലെങ്കിൽ സുവിശേഷൻ നിലയിൽ പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിട്ടില്ലെങ്കിൽ, ഈ ഒരു സത്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം ഉൾനട്ടിട്ടുണ്ട്. യു ഹാവ് ടു ആൻസർ ആൻഡ് ഡീൽ ഇറ്റ് ഫെയ്ത്ത്ഫുള്ളി. ഐ ഹാവ് ടു ആൻസർ മൈ ഗോഡ് ദ ക്രിയേറ്റർ. എൻ്റെ ദൈവത്തോട് ഞാൻ വിശ്വസ്തത പാലിക്കണം. എൻ്റെ ഹൃദയത്തിൽ തന്നിട്ടുള്ള നിത്യയുടെ ചിന്തയ്ക്ക് ഞാൻ സമാധാനം പറയുവാൻ ഉത്തരവാദപ്പെട്ടവനാണ്. അതുകൊണ്ട് ഒരു രക്ഷിതാവ് ഉണ്ടെങ്കിൽ ആ രക്ഷിതാവ് യേശു ക്രിസ്തുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഈ സമയത്ത് ഒരു മരണത്തിൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട് എനിക്കും ഇതുപോലൊരു മരണം ഉണ്ടാകുമെന്നൊരു സത്യം ബോധപ്പെട്ടുകൊണ്ട്, യേശു കർത്താവെ, നീ എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ രക്ഷിതാവാണ്, അങ്ങയെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു, എനിക്ക് ആത്മരക്ഷ തരണമേ. എൻ്റെ ഹൃദയത്തിൽ നട്ടതായ ദ തോട്ട് ഓഫ് ഇറ്റേണിറ്റി മേ ബി ഫുൾഫിൽഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് by my action of acceptance of Jesus Christ as my Savior എന്ന് പറയുവാൻ അങ്ങനെ ഇതുവരെ ചെയ്യാത്തവർക്ക് ഇടയാകട്ടെ. മാത്രമല്ല, വിശ്വാസികളായ നാം പലപ്പോഴും ഈ സത്യം മറന്നാണ് ജീവിക്കുന്നത്. There is an eternity and we have to live in heaven. But ദൈവ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കം നമുക്കുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ നാം നമ്മെ രക്ഷിച്ച കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു? Are we leading a holy life and an active and productive life? ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. എനിക്ക് സമയം തന്ന പ്രിയ സഹോദരൻ ഗോട്ട്ലിയോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിലുള്ളവരായാലും സമയം പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രമീകരണമൊക്കെയും താളം തെറ്റും. വീണ്ടും വീണ്ടും ഇത് ആവർത്തിപ്പാൻ ഇടവരുത്തരുത് ആരും തന്നെയും. പ്രിയ PC ജോർജ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ഗോഡ്ലി സഹോദരൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൻ്റെ ജ്യേഷ്ഠനാണ് അന്തോണി എന്ന് പറയുന്നതായ ആ വല്യപ്പൻ. ഞങ്ങൾ കിഴക്കുംപാട്ടേരയിലും വല്യപ്പനും അവിടെ ആയിരുന്നു. എന്നാൽ അവർ നേരത്തെ നെല്ലികുന്നത്തേക്ക് വന്നു. അങ്ങനെ അവരുടെ മക്കളായി പ്രിയപ്പെട്ടവർ 4 പേരും നേരത്തെ ആൻ്റണി സഹോദരൻ അത് പറയുകയുണ്ടായി. അവർ നെല്ലികുന്നത്തും ഞങ്ങൾ കിഴക്കുംപാട്ടേരയിലായിരുന്നു. എന്നാൽ പ്രിയ പൗലോസ് ജ്യേഷ്ഠനും എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അതുകൊണ്ട് ഏലുട്ടി ചേർത്തായിരുന്നു ഞങ്ങൾ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവർ കോഴിക്കോട് ആയിരിക്കുമ്പോഴും ആലപ്പുഴ ആയിരിക്കുമ്പോഴും തൃശ്ശൂർ വന്നാൽ നെല്ലികുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കിഴക്കുംപാട്ടേരയാണ് ഒരു പ്രത്യേകത. അവർ വരാറുണ്ട്. കാരണം അവരുടെ അപ്പൻ്റെ 4 അനുജന്മാർ കിഴക്കുംപാട്ടേരയിലായിരുന്നു. ഞാനൊക്കെ വളരെ ചെറുപ്പമാണ്, പക്ഷേ എനിക്ക് നല്ല എല്ലാ ഓർമ്മയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ കിഴക്കുംപാട്ടേരയിൽ വന്ന് അങ്ങനെ വളരെയധികം സന്തോഷത്തോടെയാണ് മടങ്ങിപ്പോകാറുള്ളത്. എന്നാൽ അന്നും ഞാൻ ചെറുപ്പമാണെങ്കിലും ഈ ജ്യേഷ്ഠത്തിയുടെ ഈ ചേർത്താരുടെ സംസാര രീതി അന്നും ഈ അവസാനം വരെയും ഉള്ളതായ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും വളരെ പുഞ്ചിരിയോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. അതുമാത്രമല്ല, വളരെ സ്നേഹത്തോട്, വളരെ വിനയത്തോടുകൂടെ, വളരെ ഓർമ്മയോടുകൂടെ ആ നിലയിലാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ആ നിലയിലായിരുന്നു അന്നത്തെ സംസാരവും അവസാനം വരെയും. അതിനുശേഷം ചില കാലഘട്ടമൊക്കെ കഴിഞ്ഞു, പല പിതാക്കന്മാർ കടന്നുപോയി. പ്രിയപ്പെട്ടവർ ഇവിടെ ഉദ്ദേശം ഒരു 50 വർഷത്തോളമായിട്ട് ഇവിടെയായിരുന്നു. എന്നാൽ ഞാൻ പല സന്ദർഭങ്ങളിൽ ഞാനിവിടെ വരും, ചേട്ടത്താരെ കണ്ട് സംസാരിക്കും. അങ്ങനെ അനേക സന്ദർഭങ്ങൾ, പല വിഷയങ്ങളുണ്ട്. ഞങ്ങളൊക്കെ വീട്ടുകാരും മറ്റു അനേക കാര്യങ്ങൾ പറയാറുണ്ട്. വളരെ വാത്സല്യത്തോടുകൂടെ ആ സ്നേഹത്തിൻ്റെതായ അത് എനിക്ക് വർണ്ണിക്കുവാൻ കഴിയുകയില്ല. ആ നിലയിലായിരുന്നു ഉണ്ടായിരുന്ന അനുഭവങ്ങൾ. അവസാനത്തിൽ ഞാനും ഗ്രേസും കൂടി വളരെ ക്ഷീണാവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഗ്രേസും കൂടി ഇവിടെ വന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ മാനുവിൻ്റെ ഭാര്യ ലിസി ഇവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് പുറത്ത് പോയി കയറുന്നു. മോനുണ്ടായിരുന്നു. ഞങ്ങൾ ചേട്ടത്താരെ വിളിച്ച് സംസാരിച്ചു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ മോനെ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ചു. കൈ പിടിച്ചപ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയുള്ളതായ തഴഞ്ഞ അനുഭവം. അത് കഴിഞ്ഞ്
പിന്നെ മോനെ എന്താ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ പെങ്ങളുടെ കാര്യം, ചേട്ടൻ്റെ കാര്യം, മറ്റനേക കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടത്താരെ ഗ്രേസി അജിത്തുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഗ്രേസിയോട് പറഞ്ഞു, മോളെ നീ പെരുമ്പാവൂർക്ക് പോകാറുണ്ടോ? ഇത് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയം തകർന്നുപോയി. കാരണം ഈ അടുത്ത സമയത്താണ് തൻ്റെ ഓർമ്മ, നീ പെരുമ്പാവൂർക്ക്, അതായത് വീട്ടിലേക്ക് പോകാറുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പോകാറുണ്ട്, വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും തൻ്റേതായിരിക്കുന്ന മുഖം താൻ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു. വളരെ പുഞ്ചിരിയോടുകൂടെ തന്നെ, വളരെ താഴ്മയോടും വളരെ സ്നേഹത്തോടും, എന്താ പറയേണ്ടത്, അത് വർണ്ണിക്കാൻ കഴിയുന്നില്ല ആ നിലയിലുള്ളതായ അനുഭവമാണ്. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച്, മോനെ പ്രാർത്ഥനയിൽ ഓർത്തോളോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോരുകയും ചെയ്തു. ഞാൻ അതിനുശേഷം പിന്നീട് പല കാര്യങ്ങളുണ്ടായി. ഞങ്ങൾ പിന്നീട് വന്ന സമയത്ത് വളരെ ക്ഷീണമായിട്ട് ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ വിളിച്ച് ഉണർത്തിയില്ല. ഞങ്ങൾ വന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. ഒടുവ് ഞാൻ കഴിഞ്ഞ ദിവസം ഖത്തർസ്ഥാനിലേക്ക് ചേർക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഞാനിവിടെ തിങ്കളാഴ്ച വൈകുന്നേരം വന്നിരുന്നു. പല കാര്യങ്ങളും സംസാരിക്കുവാനിടയായി. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഒരു വാക്യം കടന്നു വരുവാനിടയായി തീർന്നു. അത് ശലോമോൻ്റെ 22-ാം സദൃശം 22-ലെ 4-ാമത്തെ വാക്യമാണ്. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും ജീവനും മാനവുമാകുന്നു. ഞാൻ ആ വാക്യം വായിച്ച് എൻ്റെ പഴയ അനേക ഈ 2-3 ദിവസം രാത്രി ഇതന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും പഴയ അനേക കാര്യങ്ങൾ, എൻ്റെ ഓർമ്മയിലുള്ളതായിരിക്കുന്ന അനേക കാര്യങ്ങൾ, പ്രിയ ചേർത്താർ എവിടെ എപ്പോൾ വന്നാലും പഴയ ചരിത്രം, പഴയ വിഷയം ഇത് പറയാൻ തനിക്ക് വളരെ ആഗ്രഹവും താല്പര്യമാണ്. അതുപോലെ ഞാനും അവിടെ കേട്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു. ഞാൻ വർണ്ണിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രായമുള്ള ആ കണ്ണികളൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ മക്കളായിരിക്കുന്ന പിൻതലമുറക്കാരായിരിക്കുന്ന നമുക്ക്, നാം നേരത്തെ കേട്ടതുപോലെ ആ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തോളുവിൻ, അവരുടെ ജീവിതാവസാനം ഓർത്താറ് വിശ്വാസം അനുകരിപ്പിൻ എന്നുള്ളതായ വാക്യം നാം ഓർക്കുകയുണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസം അനുകരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഞാനെപ്പോഴും പ്രാർത്ഥന ഓർക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് അന്യോന്യം പ്രാർത്ഥന ഓർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. തുടർന്ന് സുവിശേഷകന്മാരായ KV ഐസക്ക്, എൽദോ പോൾ, കർത്താസൻ ജോർജ് പീറ്റർ ഇവർ 3 മിനിറ്റിൽ കവിയാതെ ചില ആലോചനകൾ നമ്മെ കേൾപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 3 മിനിറ്റിനകത്ത് നിൽക്കണം എന്നുള്ളതിനാലേ എന്തായാലും ഒരു പാട്ടിൻ്റെ വരി പാടാതെ ഞാൻ ഇരിക്കുക എന്നുള്ള ഇല്ല. ഞാൻ നേരത്തെ പി ആൻ്റണി ബ്രദർ വായിച്ച വേദഭാഗമാണ് ഞാനിന്ന് കരുതി ചിന്തിച്ചു വന്ന കാര്യം. സഭയോട് ബന്ധപ്പെട്ട ഈ അമ്മ നിവർത്തിച്ചത് തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. ദൈവസഭയിൽ താനത് നിവർത്തിക്കപ്പെട്ടു, ആ പ്രവൃത്തി തികച്ചു. അതുകൊണ്ട് തനിക്കതിൽ പൂർണ്ണ പ്രതിഫലമുണ്ട്. രണ്ടാമത് ഞാനിവിടെ വരുന്ന സമയത്ത് അവരുടെ മക്കൾ ചെയ്ത കാര്യവും ദൈവവചന പ്രകാരമുള്ളതായിരുന്നു. സഭാപ്രസംഗികളുടെ പുസ്തകം അതിൻ്റെ 31-ാം അധ്യായത്തിൻ്റെ 28 അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. അതിൻ്റെ ഒടുവിൽ ഇങ്ങനെയാണ്: ലാവണ്യവും വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഈ അമ്മയെ സംബന്ധിച്ച് അത് യുക്തമാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് ഒരു തൃശ്ശൂർ ബന്ധമല്ല, അങ്കമാലി ഉള്ള ബന്ധം. അങ്കമാലിയും കുറ്റ്മടിയും തമ്മിലുള്ള ബന്ധമാണ്. അവരുടെ മൂത്ത സഹോദരിയെ ഞങ്ങളുടെ കുറ്റ്മടിയിലാണ് വിവാഹം കഴിച്ചിരുന്നത്. മാത്രമല്ല അങ്കമാലിക്കാരാണ് ഞങ്ങളെ കുറ്റ്മടിക്കാർ ദൈവമക്കളായി വേർപാടുകാരായി തീരുവാൻ ഞങ്ങളുടെ കുടുംബത്തേക്ക് വന്നത്. അങ്ങനെ ദീർഘബന്ധം ഈ കുടുംബവുമായിട്ട് അങ്ങനെയുണ്ട്. എന്നാൽ അതിലൊക്കെ ഉപരിയായ ബന്ധം ആ കാലത്തേക്കാളൊക്കെ അധികമായി സമകാലികമായി ഈ വീടുമായിട്ട് വളരെ അടുത്തിടപെടുവാൻ 40 വർഷങ്ങളായിട്ട് അത് എനിക്ക് ഇടവാനുണ്ട്. ഈ ഉത്തമമായ മാതൃക കാണിച്ച ഈ അമ്മയെ ഓർത്ത് ദൈവത്തിനെ ഏറെ സ്തോത്രം ചെയ്യുന്നു. താൻ എത്തിയിരിക്കുന്ന ശുഭ തുറമുഖത്തേക്ക് നമുക്കും താമസിയാതെ കടന്നു ചെല്ലാം. ദൈവസഭ
ജാഗ്രതയായിരിക്കട്ടെ. ഒരു വരി പാട്ട് മാത്രം പാടി ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. 10:65 പുതിയ ആത്മീയ ഗീതത്തിലുള്ള ഞാൻ തന്നെ 1982 പാടിയ ഒരു പാട്ടിൻ്റെ വരികളാണ്. മമകാന്തനെ ഒന്നു കാണുവാൻ മനം വെമ്പിടും നേ പ്രിയ, മമകാന്തനെ ഒന്നു കാണുവാൻ മനം വെമ്പിടും നേ പ്രിയ, എൻ്റെ ഖേദം തീർത്തെന്നെ ചേർത്തിടുവാൻ എന്നു വന്നിടും നീ, എൻ്റെ ഖേദം തീർത്തെന്നെ ചേർത്തിടുവാൻ എന്നു വന്നിടും നീ, നിന്നോടും നിച്ചുള്ള വാസമോർക്കുമ്പോ ഉള്ളം തുള്ളും നേ, നിന്നോടും നിച്ചുള്ള വാസമോർക്കുമ്പോ ഉള്ളം തുള്ളും നേ, എൻ്റെ ആത്മനാഥനെ കണ്ടു നിർവൃതി പൂണ്ടിടുവതെന്നോ, എൻ്റെ ആത്മനാഥനെ കണ്ടു നിർവൃതി പൂണ്ടിടുവതെന്നോ, മൺമറഞ്ഞ ശുദ്ധരും ശേഷം സിദ്ധരും ഒത്തുചേരും, മൺമറഞ്ഞ ശുദ്ധരും ശേഷം സിദ്ധരും ഒത്തുചേരും, പൊൻപുലരി നാളിനായി കാത്തിടുന്നു ഞാൻ എന്നു വന്നിടും നീ, പൊൻപുലരി നാളിനായി കാത്തിടുന്നു ഞാൻ എന്നു വന്നിടും നീ, മമകാന്തനെ ഒന്നു കാണുവാൻ മനം വെമ്പിടും പ്രിയ, എൻ്റെ ഖേദം തീർത്തെന്നെ ചേർത്തിടുവാൻ എന്നു വന്നിടും നീ, എൻ്റെ ഖേദം തീർത്തെന്നെ ചേർത്തിടുവാൻ എന്നു വന്നിടും നീ. ആ പുലരിയിൽ നാം ഒരുമിച്ച് കാണും. ആ പൊൻപുലരിയാണ് സഭയുടെ പ്രത്യാശ. ആ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ മക്കളും കൊച്ചുമക്കളും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ സമാധാനവും കർത്താവിൻ്റെ നാമത്തിലുള്ള കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും തുടർന്ന് ലഭിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടും. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന മക്കളോടും കൊച്ചുമക്കളോടും സഭാവിശ്വാസികളോടും സുഹൃത്തുക്കളോടും ചേർന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ലബ്ധമായ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനവുമായിട്ട് ചില വർഷങ്ങളിലെ ബന്ധം എനിക്കുണ്ട്. നെല്ലിക്കുന്നിലെ കർത്തൃവേലയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസൻ PV ആൻ്റണിയേട്ടനോടും PH സാമുവിനോട് ഒരുമിച്ച് പല സന്ദർഭങ്ങളിൽ ഈ ഭവനത്തിൽ കടന്നു വരുവാൻ എനിക്കിട വന്നിട്ടുണ്ട്. മാത്രമല്ല 2009 ഗൾഫ് പര്യടന വേളയിൽ ഞാൻ ബഹ്റൈനിൽ ചെല്ലുമ്പോൾ ഈ ഭവനത്തിലെ മാനു സോനോട് ഒരുമിച്ച് തൻ്റെ ഭവനത്തിലാണ് ചില ദിവസങ്ങൾ തന്നെ ചെലവഴിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചു. വിവിധയിടങ്ങളിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി എന്നെ കൊണ്ടുവരികയും എനിക്ക് വേണ്ടുന്നതായ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്ത ഒരു മാന്യ അദ്ദേഹമാണ് അദ്ദേഹം. അങ്ങനെ ഈ കുടുംബവുമായിട്ട് ഒരു സുദൃഢമായൊരു ബന്ധം ആ നിലയിലും എനിക്ക് ഉണ്ടാകുവാൻ ദൈവം അവസരം നൽകി. ഈ പ്രിയമാതാവിൻ്റെ ക്ഷീണാവസ്ഥയിൽ തന്നെ പരിചരിക്കുവാനായിട്ട് ഒരു സെർവൻറ്റിൻ്റെ ആവശ്യം വന്നപ്പോൾ മനുവേട്ടൻ എന്നെ വിദേശത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ബ്രദറെ ഇങ്ങനൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ദൈവകൃപയാൽ വേണ്ടതായ ക്രമീകരണങ്ങൾ ആ നിലയിൽ ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. മാത്രമല്ല പല പ്രാവശ്യം അതിനോടുള്ള ബന്ധത്തിൽ ഈ ഭവനത്തിൽ കടന്നു വരുവാനും പ്രിയമാതാവിൻ്റെ ക്ഷീണാവസ്ഥയിൽ തന്നെ കണ്ട് തൻ്റെ പ്രത്യാശയെക്കുറിച്ച് ആരാഞ്ഞറിയുവാനും
ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ലഭിച്ച അവസരങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. മരണം ദുഃഖം ഉളവാക്കുന്ന ഒരു വസ്തുതയാണ് എന്ന് വരികിലും ഒരു ദൈവവൈതലിൻ്റെ മരണത്തിൽ നിരാശയില്ല. കാരണം നഷ്ടമല്ല നേട്ടമാണ് മരണം എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ലപ്തമായ സമയത്ത് തന്നെ നിന്നുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ മരണത്തെക്കുറിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏതൊരു വ്യക്തിയും ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകളില്ല. വിശ്വപ്രസിദ്ധനായിരുന്ന തത്വചിന്തകൻ സോക്രട്ടീസ് പറഞ്ഞത് മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്നാണ്. വൃദ്ധനെന്നോ അല്ലെങ്കിൽ ശിശുവെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ല. ഏത് വ്യക്തിയെയും കടന്ന് ഏത് സമയത്തും മരണം കടന്നു പിടിക്കാം. തൻ്റെ ബലിഷ്ഠമായ കരങ്ങളിൽ ഏത് മനുഷ്യനെയും പിടിച്ചമർത്താം, സംശയമില്ല. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലയാളക്കരയിൽ വളരെ പ്രസിദ്ധനായിരുന്ന ചെങ്ങമ്പുഴ പറഞ്ഞത് എങ്ങനെയാണ്? മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് വേണ്ടതുപോലെ ചിന്തിക്കാത്തവനാണെന്നാണ്. ചിന്തിക്കാത്തവൻ. മേരി ജോൺ തോട്ടം താൻ പറഞ്ഞത് പടുക്കൾ എന്ന പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ചു. കേട്ടുകേൾവി ഇല്ലയോ പഠിച്ച വിദ്യ ഒന്നുമേ ഫലപ്പെടാതെ ദേഹി വെടിഞ്ഞ് പഞ്ചഭൂതമായി പിരിഞ്ഞുപോയി ക്രമമായി എന്ന് പറഞ്ഞ് താൻ എഴുതുന്നു. മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യനില്ല. ഇതര മതങ്ങളുടെ ഉത്ഭവസ്ഥാനവും മരണത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരു വസ്തുത ഞാനിങ്ങനെ പറയട്ടെ, മരണത്തെക്കുറിച്ച് ഭയമില്ലാത്ത ഒരു കൂട്ടമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ ചുടുനിണത്താൽ പാപക്ഷമ പ്രാപിച്ച് അവനിലുള്ളതായ വിശ്വാസത്താൽ അവനിതലത്തിൽ അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്ന ഒരു ദൈവവൈതലിന് മരണം ഭയം നൽകുന്ന ഒന്നല്ല, മറിച്ച് മരണം വളരെ സന്തോഷാവഹമായ ഒരു കാര്യമാണ്. ഈ മാതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തൻ്റെ വാക്കിൽ നിന്ന് 2 കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന് ഞാൻ ഇരിക്കാം. ഒന്നാമത്തെ കാര്യം, ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 1:21 ഇങ്ങനെ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. അതിൻ്റെ ഒരു കാരണം, അവൻ എനിക്ക് ജീവൻ തന്നവനാണ്. അവൻ നൽകിയ ജീവൻ അതിനവസാനമില്ല. അതുകൊണ്ട് ആ ജീവനിൽ ഞാൻ നിൽക്കുന്ന കാലമെല്ലാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം അത് മാത്രം വായിച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം പൗലോസ് പറഞ്ഞല്ലോ എനിക്ക് ലാഭമാണ് മരണമെന്ന്. അതിന് പറയുവാനുള്ള കാരണം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ഇപ്പോൾ മരണം നീങ്ങുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ മരണഭീതി അകന്നു. അവൻ്റെ പുനരുദ്ധാനത്താൽ അക്ഷയത കൈവന്നു. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസത്തിലാണ് ഈ വാത്സല്യ മാതാവ് ഈ ധരയിൽ തനിക്ക് അനുവദിക്കപ്പെട്ട ജീവിതം നയിച്ചത്. യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ തൻ്റെ മരണം നീങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല തൻ്റെ പുനരുദ്ധാനത്താൽ അക്ഷയത കൈവന്നിരിക്കുകയാണ്. ആ അക്ഷയതയിലേക്ക്, അതെ, മാറ്റമില്ലാത്ത ഭംഗമില്ലാത്ത ആ ദൈവിക പ്രത്യാശയിൽ താൻ തൻ്റെ ജീവിതം നാളുകൾ ചിലവഴിച്ച് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. തൻ്റെ വേർപാടിൽ ദുഃഖമുണ്ടെങ്കിലും നിരാശയ്ക്ക് സ്ഥാനമില്ലാതെ പ്രത്യാശയുടെ ആ നല്ല നാളുകൾ, അഥവാ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നല്ല പുത്തൻ പുലരിയിൽ പ്രിയമാതാവിനെയും തേജസ്കരിക്കപ്പെട്ടവളായി കാണാമെന്ന പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ ദുഃഖങ്ങളും കർത്താവ് അകറ്റി ആശ്വാസം പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ സമയത്ത് സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ചില വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷകൻ ബാലസംഘത്തോട് ബന്ധത്തിൽ നെല്ലിക്കുന്ന സ്കൂളിലുണ്ടായ ആ പ്രത്യേക മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ വന്നപ്പോൾ 2 ദിവസം ഈ ഭവനത്തിലാണ് താമസിച്ചത്. അന്ന് പ്രിയ മാതാവിൻ്റെ വാത്സല്യവും ഉപചരണവും ഒരിക്കലും മറക്കുവാൻ കഴിയാത്തതാണ്.
അതിനുശേഷം പലപ്പോഴും ഇവിടെ വരുന്നതിനും കാണുന്നതിനും ഒരുമിച്ച് പല കാര്യങ്ങൾ സംസാരിക്കേണ്ടതായി തീർന്നിട്ടുണ്ട്. നേരത്തെ ഓർപ്പിച്ച പോലെ ഭൗതിക കാര്യങ്ങളിൽ ഇവിടെ വരുന്ന സുവിശേഷകന്മാർക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല ആത്മീയ കാര്യങ്ങളിലും ചൈതന്യം പ്രാപിക്കുവാൻ പ്രിയ മാതാവ് മുഖാന്തരം ഇടയായിട്ടുള്ളത് ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു വലിയ യാത്രയയപ്പ യോഗമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 96 വർഷം കർത്താവിൽ പ്രത്യാശ വെച്ച് സഭയ്ക്ക്, ഭവനത്തിന്, നാട്ടുകാർക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീർന്ന ദൈവത്തിൻ്റെ ആ വലിയ ദാസി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. മക്കളോ എഴുന്നേറ്റ് അവരെ ഭാഗ്യവതി എന്ന് പറയും എന്നുള്ളത് അന്വർത്ഥമായി തന്നിരിക്കുന്ന ഒരു സമയമാണിത്. ഒരു വാക്കൂടെ എന്നെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദാനിയേലിനോട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ കാലാവസാനത്തിൽ നിൻ്റെ ഓഹരി വാങ്ങിപ്പാൻ നീ എഴുന്നേറ്റ് വരും. പ്രിയ മാതാവ് കർത്താവിൽ പ്രത്യാശ വെച്ചു തൻ്റെ ജീവിതകാലം മുഴുവനും കർത്താവിന് വേണ്ടി ചെലവഴിക്കുവാൻ ധനവും മാനവും ശക്തിയും കർത്താവിന് നൽകുവാൻ ഇടയതോർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടൊരു വാക്ക് ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ സഭയ്ക്ക് ഒരു നഷ്ടമാണ്, എന്നാൽ നഷ്ടം നികത്തുവാൻ കർത്താവിന് ആവശ്യമായിരിക്കുന്ന കൃപ നൽകും. ഞങ്ങൾക്കെല്ലാം നഷ്ടമാണ്, അതെല്ലാം നികത്തുവാൻ കർത്താവിന് കഴിയും എന്നുള്ളതായിരിക്കുന്ന പ്രത്യാശയോടെ നമുക്ക് ഈ ദാസിയെ അയക്കാം. കർത്താവിന് ആവശ്യമായ കൃപ തരട്ടെ. സമയം അനുവദിച്ച പ്രിയപ്പെട്ടവരോട് നന്ദിയുടെ വാചകം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ പ്രിയ വല്യമ്മയുടെ കൊച്ചുമക്കളെല്ലാം ചേർന്ന് ഒരു ചെറിയ ഗാനം ആലപിക്കുന്നതായിരിക്കും. By faith we can see it afar, for the Father waits over the way to prepare us a dwelling place there. In the sweet by and by we shall meet on that beautiful shore. In the sweet by and by we shall meet on that beautiful shore. We shall sing on that beautiful shore the melodious songs of the blessed, and our spirit shall sorrow no more, not aside for the blessing of rest. In the sweet by and by we shall meet on that beautiful shore. In the sweet by and by we shall meet on that beautiful shore. To our bountiful Father above
tribute of praise for the glorious gift of his love and the blessings that hallow our days. In the sweet by and by we shall meet on that beautiful shore. In the sweet by and by we shall meet on that beautiful shore. കൊച്ചുമക്കളിൽ സാം കടന്നു വന്ന 2 വാക്ക് നമ്മെ കേൾപ്പിക്കുന്നതായിരിക്കും. തൊണ്ണൂറ്റാറ് വർഷത്തെ വല്യമ്മച്ചിയുടെ ജീവിതം തന്നെയാണ് വല്യമ്മച്ചിയുടെ സന്ദേശമായിരുന്നത്. വല്യമ്മച്ചിയുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നത് തൻ്റെ പ്രാർത്ഥനാ ജീവിതം. ഞങ്ങളെപ്പോഴും ആ വല്യമ്മച്ചിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അഭയം പ്രാപിച്ചു. വല്യമ്മച്ചി പ്രാർത്ഥിച്ചാൽ കേൾക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അതുപോലെ തൻ്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു നിധിയായിരുന്നു. എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു. എന്നെയാണ് വല്യമ്മച്ചി കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് എല്ലാവരും ചിന്തിച്ചു. അതുപോലെ സ്നേഹിച്ചു കരുതി. ഇനി ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ആ ഒഴിഞ്ഞ മുറി പലപ്പോഴും ആത്മാവില്ലാത്ത ദേഹം പോലെയാണ് ഈ വീട് ഞങ്ങൾ അനുഭവപ്പെടുക എന്നുള്ളത് ഓർക്കുകയാണ്. മറ്റൊരു കാര്യം, എപ്പോഴും സന്തോഷിക്കുന്ന, ഓൾവേസ് റിജോയ്സിങ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്ന കൽപ്പന തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ വല്യമ്മച്ചി തൻ്റെ വാർദ്ധക്യത്തിൻ്റെ പരാധീനതകൾ തളർത്തിയപ്പോൾ തൻ്റെ മുഖത്തു നിന്ന് ആ പുഞ്ചിരി മാഞ്ഞു പോയില്ല. കടന്നു വന്നവരോട് ആ സന്തോഷവും സ്നേഹത്തോടും കൂടിയാണ് താൻ ഇടപെട്ടത്. ഒരിക്കൽ പോലും വല്യമ്മച്ചി പറഞ്ഞില്ല, ദൈവമേ എന്തുകൊണ്ടാണ് എന്നെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്, എൻ്റെ പ്രാണനെ എടുത്തോളണമേ എന്ന് ഒരിക്കൽ പോലും വല്യമ്മച്ചി പറഞ്ഞില്ല. അവസാനം വരെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അതിൽ സന്തോഷിച്ച് കഷ്ടതയിലും പാടുവാൻ, രോഗത്തിലും സന്തോഷിക്കുവാൻ വല്യമ്മച്ചിക്കിടയായി. കർത്താവിൻ്റെ സമയത്ത് മാത്രം ചേർക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് പറയുവാനായിട്ടുള്ളത്, ഞങ്ങൾ പലപ്പോഴും മധ്യവേനൽ അവധിയിലാണ് ഇവിടെ കടന്നു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ഉത്സവകാലമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് രാവിലെയും വൈകിട്ടുമുള്ള ആ കുടുംബ പ്രാർത്ഥന സെഷൻസ്, വല്യമ്മച്ചി പറഞ്ഞു തരുന്ന ആലോചനകൾ, അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് പറഞ്ഞറിയിക്കാനാവില്ല. വല്യമ്മച്ചി വളരെ ഇൻസ്ട്രക്റ്റ് ചെയ്തിരുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളെല്ലാവരും ആ അധ്യായത്തിലെ ഒരു വാക്യം ബൈഹാർട്ട് ചെയ്യണം, അത് വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് കേൾപ്പിക്കണം. അതുപോലെ പല ആത്മീകമായ പരിശീലനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടാണ് ഞങ്ങളെ ഈ നിലയിലാക്കിയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതൃകയാണ് പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് വെച്ച് പോയിരിക്കുന്നത്. ആ സ്മരണകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് പ്രചോദനമായിരിക്കും. ഞങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ അത് തന്നെ ശക്തമാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ സഹോദരന്മാരായ പോളി മാത്യു, തുടർന്ന് എം.എ. ജോയ്, ഇവർ 5 മിനിറ്റ് വീതം ഉള്ളതായ സമയത്തിൽ നമ്മെ ചില ആലോചനകൾ കേൾപ്പിക്കും.
ഗോഡ്സ് നെയിം ബി ഗ്ലോറിഫൈഡ്. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് മലയാളം പരിചയമില്ലാത്തതുകൊണ്ടല്ല. 28 ഗ്രാൻഡ് ചിൽഡ്രനും 29 ഗ്രാൻഡ് ചിൽഡ്രനായിരുന്നു ഇന്ന് കാലത്ത് വരെ. 4 മണിക്കൂറിനുള്ളിൽ ഒരു പുതിയ ഗ്രാൻഡ് ചൈൽഡ് കാനഡയിൽ ടൊറൻറ്റോയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 30 ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ, 28 ഗ്രാൻഡ് ചിൽഡ്രൻ. അവർ പലർക്കും ഈ കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലും പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പലർക്കും മലയാളം പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളതിനോട് ക്ഷമിക്കണം. God's name be glorified. This is a farewell for beloved Ammachi, a great woman of God. And that farewell is for a season. I just like to read one verse from the Word of God. Psalm 116, verse 15 we read, "Precious in the sight of the Lord is the death of his saints." So for the Lord it is so precious. His children, death means coming to his presence. When Paul said, absent from body to be present with the Lord, we heard and we are going to hear about Mrs. Ariama Paulus. She is from my local assembly, Angamali West. The MC is also from Angamali. I am also Angamali. This Bible is the last my beloved father read, used, and he was her Sunday school teacher. Now, later, my close friend Jimmy, PJ James, he was in Angamali, we were very close friends. His friendship developed, I happened to see Ammachi's second daughter, Kunjumol Achama is her official name, and I have the privilege and opportunity to marry her from this home. And looking back 45 years of my relationship with this home, beautiful experience. I am representing now 8 in-laws. 5 brothers have 5 their wives, and 3 sisters have their 3 brother-in-laws. So my responsibility this morning is to represent these 8 people. In one word we can say, treatment for in-laws this home as good as their own children. One thing I can say from my life experience and many God's people's experience, if you honor God, God will definitely honor you. When I had the opportunity of coming and attending the funeral of late P.A. Paulus, that Appachan, Ammachi's husband, a great man of God, my uncle A.P. Pairi attended the funeral and he said, when Paulus brother come to my home, he considered an angel is coming to his home. That much joy he had. My father, late E.P. Matthew, he had a high regard for Appachan P.A. Paulus. At the age of 46, Ammachi became a widow. George Edna and Babe's only wedding was done. There are 7 children from 5 years onwards, school, college. A great responsibility was entrusted to Ammachi, but without fear, without putting all the trust, undivided trust in God, and God was so faithful to her.
we heard about her prayer from grandson. And God blessed the children. As we heard, 5 of the sons are elders, and one is an evangelist, Paulson, and also Dr. A.P. Joseph, and me. We both are involved. We are elders, and also he, even though a doctor, he committed to serve the Lord as a missionary. Ammachi was enjoying these things. Her priority was honoring God. So 96 years of life, silently she can speak today. If you trust and walk in the ways of God, whatever the problems, struggles you have to face, God will be with you. No anxiety or tension how to take care of these children, but God's faithfulness which exceeds the sky for these and their children, their grandchildren, and their great-grandchildren. Even for the glory of God, I can say, they have the opportunity to be in the world stage. And God is so good. Let me conclude with a few words of expression of gratitude. So I had the opportunity to have the second daughter as my wife. Kunjumol is a great blessing in our life. And the second son also happened to come to our family. Bobby has married my sister's daughter, Bina. So 2 of us, we have a very important relationship with this home. Over these many years, as and when we come here, even when every week we call, joyfully, jokingly, she, in spite of her age of 96, the way she talked, a simple example, if I say, Kunjumol was telling, Ammachi, I am Eda Mola, Adende, and Kunjumol, Pinne, my daughter also coming, and the Mola Bere, and the Mola Bere, other Kunjumola, Kunjumola. This is the way, age 96, she was talking. So, we are all thankful before God for the beautiful and wonderful life she has done. When her work finished in this earth, she say goodbye for a season and be with the Lord. Finished her task beautifully and wonderfully. A great example she has demonstrated before their children, grandchildren, great-grandchildren, and all of us. I also take a minute for what Brother P.J. Anthony said. What is the secret? She never was in any professional, she was not working, but how successfully could conduct all these things? Prayer, one, most important, she accepted Jesus Christ as her Savior and Lord, undivided trust all her life. So anyone who have not accepted Jesus Christ as your Savior and Lord, as we heard, death is, once we leave from this world, where you will spend your eternity. Anyone who have not accepted Jesus Christ, I want to say, believe in Jesus Christ. He came to save the whole mankind. Those who believe and repent their sins will have the eternal salvation. That is the heart of the secret of this great woman. Trusting God, believed in Jesus Christ. God has blessed her abundantly. We are thankful, we are grateful, and let His name be glorified. ദൈവനാമത്തിന് മഹത്വം. കുറേ വർഷങ്ങളായി ഇങ്ങനെ ഈ വീട്ടിൽ ഇടയ്ക്ക് വരും. ആദ്യമൊക്കെ ഞാൻ വരുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു, നമ്മൾ കയറി ചെല്ലുന്നതിനൊരു മെനക്കടാവോ ഉപദേശി ഇവിടെ. പക്ഷേ ആദ്യം വന്ന് സ്വീകരിക്കുന്നവരാരായാലും അതിൻ്റെ പിന്നാലെ
ഏലിക്കുട്ടിയെടുത്തി, അങ്ങനെ ഞങ്ങൾ പറയാട്ടോ, അതിൽ കുഴപ്പമൊന്നുമില്ല, ഇവിടുത്തെ തൃശ്ശൂരത്തെ രീതിയാണ്. ഏലിക്കുട്ടിയെടുത്തി മുമ്പോട്ട് വന്ന്, ജോയ് എന്താ വിശേഷം ചോദിച്ചു കഴിയുമ്പോൾ നമുക്കാകെ വലിയ സന്തോഷമായി. വളരെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഉടമയായിരുന്നു എന്നുള്ളത് പിന്നീട് തുടർമാനമായ എൻ്റെ സന്ദർശനങ്ങളിലൊക്കെ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് ഞാൻ ഒടുവിൽ വന്നത്. ഈ അടുത്ത കുറച്ച് നാളുകൾ വരുമ്പോൾ ഏലിക്കുട്ടിയെത്തിയെ സന്ദർശിക്കലും പിന്നെ കൊച്ചുമകൻ ബെഞ്ചി ഞങ്ങളുടെ ഇംഗ്ലീഷ് കൂടിവരവിലെ അംഗമായതുകൊണ്ട് ഒരു കുടുംബ സന്ദർശനവും കൂടി എന്നുള്ള നിലയിലാണ് വരാറ്. മാത്രമല്ല ആദ്യകാലത്തൊക്കെ ഞാൻ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ ആളാണ് എങ്കിലും ഏലിക്കുട്ടിയെടുത്ത് പറഞ്ഞു കേട്ടെ ഏതാണ്ട് മന്ത്രി വീട്ടിൽ വന്ന പോലെയാണ് സംസാരിക്കുക. അത് എൻ്റെ വലിപ്പം കൊണ്ടല്ല, തൻ്റെ വിനയം കൊണ്ടാണ്. ഞാൻ വിചാരിക്കുന്നത് എന്നോട് മാത്രമല്ല മറ്റുള്ളവരോട് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കും. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം താൻ അത്ര വിനയാന്വിനിയായിരുന്നു. മറ്റുള്ളവരെയൊക്കെ ഏതാണ്ട് വലിയവരെ പോലെ അല്ലെങ്കിൽ വലിയവരായിട്ട് ശ്രേഷ്ഠന്മാരായിട്ട് കാണത്തക്കതായ നിലയിലായിരുന്നു. പിന്നെ സൂക്കേടൊക്കെ അതിയായി ക്ഷീണമായിട്ട് കിടക്കുന്ന സമയത്തൊക്കെ വന്ന് എന്നെ മനസ്സിലായോ, MA ജോയ് അല്ലേ? എന്താ സന്തോഷം! വലിയ സന്തോഷമുള്ള സഹോദരിയായിരുന്നു. കൊച്ചുമക്കളിൽ ഒരാൾ പറഞ്ഞതുപോലെ എനിക്കും പറയാൻ സാധിക്കും. ഞാനിവിടെ വന്നിട്ടുള്ള സമയങ്ങളിലൊന്നും, ചില സമയങ്ങളൊക്കെ കുറച്ച് വിഷമവും കുറച്ച് ക്ഷീണക്കൂടുതലും ഒക്കെ ഉള്ള അവസ്ഥകളിലും ഞാൻ വന്നിട്ടുണ്ട്. എന്നാൽ ഓർമ്മയോടെ പറയുമ്പോഴൊന്നും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വേദനയാണ് അല്ലെങ്കിൽ അവിടെ കുഴപ്പമുണ്ട് ഒരക്ഷരം വേണ്ടി ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ മറ്റ് സമയത്ത് പറഞ്ഞിട്ടുണ്ടാവാം, എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ആയുസിൽ പറഞ്ഞിട്ടില്ലെന്നത് എനിക്ക് പറയാൻ ഒക്കില്ല. പക്ഷേ ഞാൻ വന്ന് താൻ വളരെ ക്ഷീണിതയായി കിടക്കുന്ന സമയങ്ങളിൽ പോലും തനിക്ക് വേദനയോ വിഷമോ വിമിഷ്ടമോ വല്ലതും ഒക്കെ കാണും, ഈ പ്രായത്തിൽ ജീവിക്കല്ലേ. പക്ഷേ ഒരു പരാതിയുടെ വാക്ക് തന്നിൽ നിന്ന് കേട്ടിട്ടില്ല. അത് മാത്രമല്ല പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട്, സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ സുഖം തൊട്ടാ എന്താ എന്നുള്ള നിലയിലാണ് ആൾ പറയുക. രാത്രി ഉറങ്ങിയോ? രാത്രിയും പകലും ഉറങ്ങും. അങ്ങനെയുള്ള നർമ്മരസമുള്ള വാക്കുകളാണ്. ഇതൊക്കെ പറയുന്നത് ആരാ? ഈ വലിയ ഇപ്പോൾ ഈ 2 ആഴ്ച 3 ആഴ്ച മുമ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സൂക്കടൊക്കെ മാറിയല്ലോ. കാരണം ഒടുവിലത്തെ കുറച്ച് നാൾ ഞാൻ കാണുമ്പോൾ ഇടക്കാലത്തുണ്ടായിരുന്ന ക്ഷീണാവസ്ഥ മാറി കുറേ പ്രകാശവും കുറേ സുഖവുമായിരുന്നു. ഇപ്പോൾ മാറിയല്ലോ, ഇപ്പോൾ സുഖമാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കാതെ ഇങ്ങനെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആത്മാവിൻ്റെ ഫലം എന്ന് നമ്മൾ പറയുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, അതുപോലെ അതിനോട് ചേർത്ത് സൗമ്യത, വിനയം, നിസ്വാർത്ഥത, പരാതിയോ പിറുപിറുപ്പോ ഇല്ലാത്ത അങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടിയ ഒരു ജീവിതം, അത് അത്തരം ഗുണവിശേഷങ്ങളുടെ ഒരു ദൃശ്യ മാധ്യമമായിരുന്നു. തന്നെ സന്ദർശിച്ചവർക്കെല്ലാം ആ ദൃശ്യം കാണാമായിരുന്നു. വലിയ പ്രസംഗങ്ങളോ വലിയ പ്രവൃത്തികളോ ചെയ്തിട്ടില്ലെങ്കിലും തൻ്റെ ജീവിതവും തൻ്റെ സാക്ഷ്യവും ആ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെയും സഭയെയും ചിത്രീകരിക്കുന്നു എന്ന് പറയുന്ന പോലെ ആ സഭയുടെ ഭാഗത്തുള്ള തൻ്റെ ഭാഗം അതിമനോഹരമായിട്ട് പ്രദർശിപ്പിച്ച ഒരു വിലയേറിയ ദൈവദാസിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വം. ഉച്ചാരണം പാടാം. സ്നേഹമാം സ്വർഗതാതനോടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്തു. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്തു. തുടർന്ന് കർത്തദാസന്മാരായ P.P. സ്കറിയ മാഷും കൊച്ചിയിൽ നിന്നുള്ളതായ K. ഡാനിയൽ വില്യം സഹോദരനും
ഇവർക്ക് 2 പേർക്കും കൂടെ 15 മിനിറ്റാണ്. ഓരോരുത്തർക്കുമല്ല, 2 പേർക്കും കൂടെ 15. അത് 7.5 വീതം 2 പേരും അത് വിനിയോഗിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ഏലിക്കുട്ടി കൊച്ചമ്മയുടെ നിര്യാണ വാർത്ത കഴിഞ്ഞ ഞായറാഴ്ച PJ ആൻ്റണി വിളിച്ച് അറിയിച്ചു. അന്ന് തന്നെ ഞാനും എൻ്റെ ഭാര്യയും ഈ ഫ്യൂണറൽ സർവീസിന് കടന്നു വരണം എന്ന് വളരെ ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് വരുവാൻ കഴിഞ്ഞില്ല. അവൾ ഒരു വീഴ്ചയിൽ പരിക്ക് പറ്റി യാത്ര ചെയ്യാൻ പാടില്ലാത്തവണ്ണം ഇരിക്കുകയായിരുന്നു. വളരെ ദീർഘമായ വൈധവ്യത്തിന് ശേഷം എലിക്കുട്ടി കൊച്ചമ്മ പ്രാണനെ വിട്ടു, മരിച്ചു. തൻ്റെ ജനത്തോട്, അല്ലെങ്കിൽ തൻ്റെ പ്രിയതമനോട് ചേർന്നു. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ മരണത്തെക്കുറിച്ച് അങ്ങനെയാണ് കാണുന്നത്. അബ്രഹാം തൻ്റെ പ്രാണനെ വിട്ട് മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. ദീർഘകാലം വിധവയായിട്ട് ജീവിച്ചു എന്ന വരിയിലും നിരാശയില്ലാതെ വളരെ സന്തോഷത്തിൽ ദൈവം ദാനമായിട്ട് കൊടുത്തതായിരിക്കുന്ന മക്കളും അവരുടെ കൊച്ചുമക്കളും മറ്റ് ധാരാളം ബന്ധുമിത്രാദികളുടെയും മധ്യേ സന്തോഷമായിട്ട് ജീവിച്ചു. തൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് അധികമൊന്നും പറയേണ്ട കാര്യമില്ല. തൻ്റെ മക്കളും ബന്ധപ്പെട്ടതായിരിക്കുന്ന എല്ലാവരും ദൈവനാമ മഹത്വത്തിനായിട്ട് വിവിധ സ്ഥാനങ്ങളിൽ സാക്ഷ്യം പുലർത്തി ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സാക്ഷ്യത്തിന് ആവശ്യമില്ല. ഞങ്ങൾക്കും ഈ കുടുംബമായിട്ടും ഈ കുടുംബത്തോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന മറ്റുള്ള എല്ലാവരുമായിട്ടും തന്നെ വലിയ ഒരു സമൂഹം തന്നെയുണ്ട്. അവരൊക്കെയുമായിട്ട് വളരെ ഹൃദ്യമായിരിക്കുന്ന സ്നേഹവും കൂട്ടായ്മയും പങ്കിടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ കോഴിക്കോട്ട് ബ്രദർ അസംബ്ലിയെ കൂടി പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത്. ഞാൻ കോഴിക്കോട്ട് അസംബ്ലിയിൽ 1958 അവിടെ ചെല്ലുന്നത്. എന്നാൽ അതിനൊരു വർഷം മുമ്പേ പരാധനായിരിക്കുന്ന ബഹുമാനപ്പെട്ട P.A. പൗലോസ് സഹോദരനും കുടുംബവും അവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫറായി പോയി എന്നറിഞ്ഞു. സോ വെൻ ഐ റീച്ച് ദെയർ അറ്റ് കാലിക്കറ്റ് അസംബ്ലി, the very atmosphere was saturated with the talks about this family. അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം സാന്ദ്രമാക്കപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് P.A. പൗലോസിനെ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ സകലത മനുഷ്യരും എല്ലാ അസംബ്ലി മെമ്പേഴ്സും പുറത്ത് ഞാൻ പരിചയപ്പെട്ടതായിരിക്കുന്ന പലർക്കും വളരെ പരിചയമാണ്. നല്ല കാര്യമല്ലാതെ മറ്റൊന്നും പറയുവാനായിട്ട് ഇവരെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ സഭയിൽ അവർ പറഞ്ഞു, P.A. പൗലോസ് സഹോദരൻ പോയി, ഇവിടെ ഞങ്ങൾക്ക് ആരുമില്ല. ഞാൻ ചെന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് P.A. പൗലോസ് സഹോദരന് പകരം ദൈവം അയച്ചതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചിലരൊക്കെ പറഞ്ഞു. എനിക്കതൊരു ആത്മവിശ്വാസം നൽകി എന്ന വരിയിലും പരാധനായിരിക്കുന്ന പൗലോസിൻ്റെ പിൻഗാമിയാകത്തക്കവണ്ണമുള്ളതായിരിക്കുന്ന യോഗ്യത ഒന്നും എനിക്ക് അന്നുണ്ടായിരുന്നില്ല. എങ്കിലും എൻ്റെ സർവ്വ കഴിവും ഉപയോഗിച്ച് അവർ കെട്ടിപ്പടുത്തതായിരിക്കുന്ന ആ സഭയുടെ മാന്യത നിലനിർത്തുവാനായിട്ട് എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. കോഴിക്കോട്ട് സഭയുടെ പുരോഗതിക്ക് വളരെയധികം അധ്വാനിച്ച ഒരു കുടുംബമായിരുന്നു ഈ കുടുംബം എന്ന് ഞാൻ ഓർക്കുകയാണ്. അവിടുത്തെ സഭാ ഹാളിൻ്റെ കൺസ്ട്രക്ഷനിലും അവിടുത്തെ ട്രസ്റ്റി മെമ്പർ എന്നുള്ളതായിരിക്കുന്ന നിലയ്ക്കുമൊക്കെ നിസ്തുലമായിരിക്കുന്ന സേവനമാണ്
ഈ പ്രിയപ്പെട്ടവരിൽ നിന്നും ഉണ്ടായിട്ട് ഉള്ളത്. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ പഴയ ഹോള് ഒരു കാലത്താണ് കൺസ്ട്രക്റ്റ് ചെയ്തത്. അത് ഞങ്ങൾ അടുത്ത കാലത്ത് വിറ്റു, വേറെ സ്ഥലം വാങ്ങിച്ച് ഹോളൊക്കെ പണിതു. എന്നാൽ ആ സമയത്തൊക്കെ ഞാൻ പ്രിയപ്പെട്ടവരെ ആ കാര്യം അറിയിച്ചുകൊണ്ടിരുന്നു, മക്കളെയും അറിയിച്ചു. ഹോളിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ അവരെ ക്ഷണിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്തോ അസൗകര്യമൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് മകളുടെ വിവാഹമൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല എന്നൊക്കെ എന്നോട് പറയുണ്ടായി. എന്നാലും അടുത്ത ബന്ധം കുടുംബമായിട്ട് പുലർത്തിപ്പോരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിമഹത്തായിരിക്കുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമയായിട്ട് ദൈവനാമഹത്വത്തിനായിട്ട് അനേകം മക്കളെ സംഭാവന ചെയ്ത സുവിശേഷന്മാരുൾപ്പെടെ സംഭാവന ചെയ്തതായിരിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് ഇത് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവം അവർക്ക് അതിന് തക്കതായിരിക്കുന്ന പ്രതിഫലം കൊടുക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവരുടെ മക്കൾ എഴുന്നേറ്റ് അവൾ ഭാഗ്യവതി എന്ന് പറയും. അത് മാത്രമല്ല, പട്ടണക്കാരുടെ മധ്യയും അവിടെയും പ്രശംസിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഏലിയാമ്മ കൊച്ചമ്മയും ഈ കുടുംബവും ഇരുന്നിട്ടുള്ളത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാനും ഒരു രോഗിയാണ്, കീമോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന വരിയിലും എനിക്ക് അവിടെ വരുവാനും ഈ അന്ത്യോപചാരം സമർപ്പിക്കുവാനുമുള്ളതായിരിക്കുന്ന ആരോഗ്യം ദൈവം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നു, അവരുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചിലരൊക്കെ നേരിട്ട് വളരെ അടുത്ത് വരെയും പുലർത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പോൾസണും ബാബുവും അവരൊക്കെ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ ഒക്കെ കാണാറുണ്ട്. അമേരിക്കയിൽ പൗലോസിൻ്റെയും കുഞ്ഞുമോളുടെയും ഭവനത്തിൽ എനിക്ക് ഒരു റോയൽ വെൽക്കം ആണ് ലഭിച്ചിട്ടുള്ളത്. അവിടെ എന്നെ ക്ഷണിക്കുകയും അവിടെ പോയി താമസിക്കുകയും സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി ക്ലിൻ്റനെ തന്നെയും കാണിച്ച് തരുവാൻ തക്കവണ്ണം ഒക്കെ പൗലോസ് പോയ കാര്യം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് 2-3-4 വർഷമായിട്ട് വലിയ കോണ്ടാക്റ്റൊന്നും അധികം ഇല്ല. മറ്റ് വളരെ അധികം സ്നേഹബന്ധം അങ്ങനെ ഓരോ കുടുംബത്തുമായിട്ടുണ്ട്. ഡോക്ടർ ജോസഫ് വിവാഹം കഴിച്ച് മോളി കല്യാണം കഴിച്ച് കോഴിക്കോട്ട് കുറേ നാൾ താമസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അസംബ്ലിയിലായിരുന്നു ഡോക്ടർ ജോസഫ്, അവിടെ കോളേജിൽ പഠിച്ചിരുന്നു. അടുത്തതായിരിക്കുന്ന ആ ബന്ധമാണ് ഞങ്ങൾ പുലർത്തിക്കൊണ്ട് ഇരുന്നത്. അടുത്ത സമയത്തും വീട്ടിൽ രണ്ടുപേരും വരുവാനൊക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ വളരെ സന്തോഷപ്രദമായിരിക്കുന്ന ഓർമ്മകളാണ് ഞങ്ങളുടെ മനസ്സിൽ ഉള്ളത്. പ്രിയപ്പെട്ട് ദുഃഖിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഏറ്റവും നല്ല ഉദാത്തമായിരിക്കുന്ന ഒരു മാതൃക വെച്ചാണ് പ്രിയ മാതാവ് പോയിരിക്കുന്നത്. ഇതുവരെയും ആ മാതൃക പിന്തുടരുവാനായിട്ട് ദൈവം മക്കളെയും കൊച്ചുമക്കളെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. വരുന്ന നാളുകളിലും ഈ പാരമ്പര്യം നിലനിർത്തുവാനും ഈ സ്ഥലത്തും മറ്റുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിലും ദൈവനാമം ഉയർത്തിക്കാണിക്കുവാനും ഇടയാകട്ടെ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കോഴിക്കോട്ട് ബ്രദറൻ അസംബ്ലിയുടെയും പേരിൽ ഞാൻ ആദരാഞ്ജലികൾ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അല്പം ബലഹീനതയോടുകൂടെയൊക്കെയാണ് നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് YMEFൻ്റെ ഒരു പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ ഈ വാത്സല്യ പൗലോസ് സോഹറിൻ്റെയും മിസ്സിസിൻ്റെയും വാത്സല്യ ഭവനത്തിലാണ് ഞാൻ താമസിച്ചത്. അങ്ങനെ അന്ന് പരിചയപ്പെടാനിടയായി. അതിനു മുമ്പ്
എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണ നെല്ലിക്കുന്ന് സഭയിൽ ഞാനന്ന് കൊച്ചാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്ത് ഷോളൊക്കെ ഇങ്ങനെ ഇട്ട് പ്രസംഗിക്കാൻ നിൽക്കുന്നതായിരിക്കുന്ന ആളെയാണ് ഞാൻ ഓർക്കുന്നത്. പ്രസംഗം എന്താണെന്നൊക്കെ ചോദിച്ചാൽ അന്ന് ഞാൻ അത്ര പ്രായമുള്ള ആളല്ല, അതുകൊണ്ട് ആ കാര്യമൊന്നും എനിക്ക് ഒരു പിടിയും ഇല്ല. ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആ കുടുംബവുമായിട്ട് ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്, നെല്ലിക്കുന്നത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഈ പറയുന്ന ദാനിയേൽ വില്യംസ്. എന്നാൽ എനിക്ക് ഏതാണ്ട് ഒരു 4-5 വയസ്സുള്ളപ്പോൾ കൊടകര എന്ന സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. പിന്നെ അവിടെ അപ്പന് വലിയ കച്ചവടവും കാര്യങ്ങളും കൃഷിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സന്ദർഭത്തിലാണ് ഞാൻ അവിടെ കോഴിക്കോട് ചെന്നത്. ഇത് അതിനു മുമ്പാണ് തൃശ്ശൂർ ഇങ്ങനൊരു കാഴ്ച കണ്ട് സന്തോഷം തോന്നിയിട്ടുള്ളത്. കാരണം അപ്പൻ പറഞ്ഞടാ ഇതൊക്കെ അയൽക്കാരാണ്, നമ്മുടെ വളരെ ഇന്ന് ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് എന്നൊക്കെ പറഞ്ഞു. ആ ഓർമ്മ ഉണ്ട് മനസ്സിൽ. അത് ശരിയാ. പിന്നെ അങ്ങനെ അധികം ഞങ്ങൾ കാണുകയോ പരിചയപ്പെടുകയോ ഒന്നും അല്ല സമയങ്ങളെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതി പറഞ്ഞാൽ ഞാൻ അത്ര കുറഞ്ഞ വയസ്സൊന്നുമല്ല. ഇപ്പോൾ 87 വയസ്സ് ഉണ്ട്. ഈ കാലം വരെയൊന്നും ജീവിക്കുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്നാൽ ദൈവം അങ്ങനെയാണ് പ്രസാദിച്ചത്. അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 87 വയസ്സായപ്പോഴേക്കും ഒരു കുഴപ്പമുള്ളത് ഓർമ്മ പോയി. അതുകൊണ്ട് ഇപ്പോൾ പല കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യം അടുത്ത സെക്കൻഡിൽ മറക്കും. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ വളരെയധികം സ്മരണകൾ പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അദ്ദേഹത്തിൻ്റെ മകളെ കൊച്ചി സഭയിലുള്ള പള്ളം വീട്ടിൽ ജോർജ് എന്ന് പറയുന്ന പള്ളം വീട്ടിൽ ജോർജ് എന്ന് പറയുന്ന അവരുടെ മകൻ അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചു. അത് വലിയ സന്തോഷമായിരുന്നു. കാരണം ഞാൻ അന്ന് കോഴിക്കോട്ട് പോയി പരിചയപ്പെട്ട ആളല്ലേ. അപ്പം അന്ന് പുള്ളിക്കാരൻ ആലപ്പുഴയിലാണ് ജോലി. വില്യം കുട്ടേക്കറിൻ്റെ കമ്പനിയിൽ ആലപ്പുഴയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബന്ധം കൊച്ചിയുമായി സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അതിനുശേഷം വളരെ കാലം അദ്ദേഹം ജീവിച്ചില്ല. അദ്ദേഹം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയ ആ സന്ദർഭം ഇവിടെ വരികയും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തത് ഒരു കാലത്തും ഞാൻ മറവി ഉണ്ടെങ്കിലും ചിലതൊക്കെ ഒരു കാലത്തും മറക്കാതെ വണ്ണം പതിഞ്ഞ് കിടപ്പുണ്ട്. അങ്ങനെ കൊച്ചിയുമായി അങ്ങനെ ബന്ധപ്പെട്ടു. ആ കുടുംബത്തോട് വളരെ സ്നേഹബന്ധം ഞങ്ങൾക്കുണ്ടായി. അതിലൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ നാം വളരെ വിനയമുള്ളവരായി താഴ്മയുള്ളവരായി കർത്താവിനു വേണ്ടി ഭയത്തോടും ഭക്തിയോടും കൂടി ജീവിക്കേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം അങ്ങനെ നല്ലൊരു ഭക്തിയോടുകൂടി ജീവിച്ചു.
എത്ര സമയം കർത്താവ് തനിക്ക് കൊടുത്തുവോ ആ സമയം വളരെ ഫലപ്രദമായ നിലയിൽ താൻ ജീവിച്ചു എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇനിയും പല കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനൊക്കെ വരുന്നു എങ്കിലും അനുവദിക്കപ്പെട്ട സമയം ഇപ്പോൾ 2 പേർക്ക് കൂടി 15 മിനിറ്റാണ് അനുവദിച്ചത്. കഴിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ സമയം ഒന്നും നോക്കിയില്ല. അപ്പോൾ ഞാൻ വളരെ ചിലപ്പോൾ ചില പാട്ടൊക്കെ എഴുതും. ആ കൂട്ടത്തിൽ എഴുതിയ ഒരു പാട്ടിൻ്റെ ഒരു അടി പാടായിപ്പോഴും. ജീവിത പോരാട്ടം തീർന്ന് വൻതീരകൾ ഭേദിച്ച് ശോഭനാമം സുപ്രഭാതം കാണും ഞാൻ. അക്കരെ ഞാൻ എത്തിയിടുമ്പോൾ കണ്ടിടും ഞാൻ എന്നൂടെ വീണ്ടെടുപ്പിൻ നാഥനായ യേശുവേ. വൻമുറിവിൻ പാടുകളെ കാൺകയാൽ ഞാൻ അറിയും വീണ്ടെടുപ്പിൻ കർത്തനാമൻ യേശുവേ. സ്വാഗതം ചെയ്തിടും എന്നെ മന്മഹാസത്തോടെ താൻ മുത്തമേയിടും താൻ നീട്ടിയെന്നെ മാറിൽ ചേർത്തണച്ചവൻ കണ്ണീർ തുടച്ചിടും ക്ലേശം തീർന്നിടോ. രക്ഷകുഞ്ഞാട്ടിനും ദൈവത്തിനും എന്നും ഞാൻ ഉച്ചഘോഷം പൂണ്ടു പാടും മോദമായി. 91-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു. ദീർഘായുസ് ഒരളവിൽ അമ്മച്ചി ദീർഘായുസ് തൃപ്തി വരുത്തി. പ്രിയ പൗലോസിന് അത്രത്തോളം ജീവിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ കർത്താവിൻ്റെ ഹിതമാണ്. ദീർഘായുസ് അത് വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെ. അമ്മച്ചി കൊച്ചിയായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ പലപ്പോഴും കാണാനും സന്തോഷിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ചെന്ന് കാണുമ്പോഴെല്ലാം ഇവിടെ തന്നെ തീരെ കിടപ്പായ ശേഷവും പല പ്രാവശ്യം വരികയും കാണുകയും ചെയ്യാനായിട്ടിടയായിട്ടുണ്ട്. അപ്പോഴൊക്കെയും ആ സ്നേഹമുഖം കാണുമ്പോൾ സന്തോഷം കൊണ്ട് നിറയാറുണ്ട്. ഇനി എല്ലാവരും അക്കരെ നമ്മൾ എത്തുന്നതായിരിക്കുന്ന ദിവസം സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാനില്ല. നമ്മുടെ കർത്താവിനെ നാം അവിടെ വെച്ച് കാണും. വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവം അതിശയം തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇവരെല്ലാവരും കൂടി താമസിക്കുന്ന ആ വീടിൻ്റെ ഗാംഭീര്യം എന്തായിരിക്കും? കോടാനുകോടി മനുഷ്യരാണ്.
തമ്മി കണ്ടു തീർക്കണമെങ്കിൽ തന്നെ എത്ര മാസങ്ങളെടുക്കും നമ്മൾ. അവിടെ അങ്ങനെ മാസവും ദിവസമൊന്നും അല്ല, നിത്യതയാണ്. അതിൻ്റെ ആ അവസ്ഥ അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഈ നിത്യത എന്ന് പറയുന്നത്. അതിശയകരമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയിലേക്ക് വരാത്ത ആരെങ്കിലും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞു, ബലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടില്ല. കൊയ്ത്തും ബലശേഖരവും. കിഴക്കേക്കോട്ട സഭാ ഹാളിൽ ഒരു മിഷണറി ചെയ്ത പ്രസംഗമാണ്, പേരൊക്കെ ഇപ്പം മറന്നു. അദ്ദേഹം എനിക്ക് പുസ്തകങ്ങളൊക്കെ അയച്ചു തന്നു. അങ്ങനെയുള്ള ഒരാളാണെങ്കിലും അന്ന് ഞാൻ നിരീശ്വരനാണ്. ഞാൻ എറണാകുളത്ത് സെൻറ്റ് ആൽബർട്ട് കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ ചിലതൊക്കെ വായിച്ചു വന്നപ്പോൾ ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ ഞാൻ പല ന്യായങ്ങൾ കണ്ടുപിടിച്ച് വാദിക്കാൻ തുടങ്ങി. ഇരിഞ്ഞാലക്കുടയിലെ ചാക്കോച്ചനൻ്റെ ഉറ്റ സുഹൃത്താണ്. അവന് ഞാനൊരു കത്തെഴുതി, നിരീശ്വരത്വം നിറഞ്ഞൊരു കത്തെഴുതി. അവനെനിക്ക് മറുപടി അയച്ചു. അതിന് ഞാൻ അതിനേക്കാൾ ഘനമേറിയ കത്തെഴുതിയപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞത്, വില്യംസേ, നിന്നോട് തർക്കിച്ച് ജയിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഇനി തർക്കമില്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കുകയല്ലാതെ മാർഗമില്ല, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അന്ന് കിഴക്കേക്കോട്ട സഭാഹവൻ്റെ മുൻവശത്തിരുന്ന് ഈ വാക്യം ഉദ്ധരിച്ചുള്ള പ്രഭാഷണം കേട്ടു. കൊയ്ത്ത് കഴിഞ്ഞു, ബലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടില്ല. ഇത് അപ്പനന്ന് ഏതാണ്ട് 80 പറയ്ക്ക് നിലം കൃഷി ചെയ്യുന്ന ആളാണ്. കൃഷി ചെയ്ത് കൊണ്ടുവന്ന് അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊയ്ത് കൊണ്ടുവന്ന് മെതിച്ച് ആ നെല്ലെല്ലാം ഇങ്ങനെ പാറ്റുമ്പോൾ കുറേ തെറിച്ച് അകലെ വീഴും. മണിയെല്ലാം എടുത്ത് ഉണക്കി പത്തായത്തിലിടും. ഈ പാറിപ്പോയതായിരിക്കുന്ന പതിര് എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്, കാഴ്ചയ്ക്കെല്ലാം ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല. പക്ഷെ എന്താ മാറ്റം? മണിയില്ല. യേശുക്രിസ്തു ഉള്ളിലില്ലാത്തവൻ വെറും പതിർ ആണ്. അതുകൊണ്ട് ആ പ്രസംഗം കേട്ട് ഞാൻ പതിരാണെന്ന് അന്ന് മനസ്സിലായി. ഞാൻ കർത്താവിന് വേണ്ടി എന്നെ തന്നെ അർപ്പണം ചെയ്തു. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അപ്പം ഞാൻ മണിയുള്ളവനായി തീർന്നു, പതിരായിരുന്നു. പ്രിയമുള്ളവരെ, അന്ന് രാത്രി ചാക്കോച്ചൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. വില്യംസേ, ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പൊട്ടിക്കരഞ്ഞ് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് എൻ്റെ പുറവേറ്റ് പറഞ്ഞു. ഞങ്ങൾ തമ്മിലുള്ള വളരെ സുഹൃത്ത് ബന്ധം പുറപ്പെടുത്തി പിരിഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ഈ അമ്മച്ചി ആ നിലയിലുള്ള അതിശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥാനത്ത് കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ ദുഃഖിക്കാനൊന്നുമില്ല. നാം എല്ലാം ചേർക്കപ്പെടുന്ന ആ പത്തായത്തിലേക്ക് ചേർക്കപ്പെടുന്ന ദിവസം വളരെ വിട്ടതിൽ ഇനി അധികം നാളില്ല എന്ന് വേണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും ഇറങ്ങി വരും. പ്രിയമുള്ളവരെ, അന്ന് ഇവിടെയുള്ളതായിരിക്കുന്ന സകല വിശുദ്ധന്മാരും ചേർക്കപ്പെട്ട് സന്തോഷപൂർണമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മളെല്ലാവരും ഒന്നിച്ച് പോകാൻ പോകാം. പതിരുകൾ വല്ലതും യേശുക്രിസ്തു ഉള്ളിൽ വരാത്ത ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ല. അത് കത്തിക്കുക മാത്രമേ ചെയ്യാൻ നോക്കത്തുള്ളൂ. തീയും ഗന്ധവും കത്തുന്ന പൊയ്ക. അനന്തമായ കാലമാണ് കേട്ടോ. 1-2 ദിവസമൊന്നും അല്ല,
അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞത്. ആ രാത്രി 12 മണി വരെ ഞാൻ എൻ്റെ വല്യപ്പൻ്റെ വീട്ടിൽ ഉറങ്ങാതെ കിടന്ന് കരഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. നേരം എടുത്തപ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മേ ഞാൻ അപ്പൻ്റെ അടുത്ത് ഈ ഓടുക, ചെന്ന് അപ്പനോട് ഈ കാര്യം പറയാം. പ്രിയമുള്ളവർ, യഥാർത്ഥ അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നതിന് പറ്റിയ ദിവസമാണ്. ഈ അമ്മച്ചി അത് ആ പതിരല്ല, നല്ല മണിയായിരുന്നു. ഭർത്താവ് അങ്ങനെയായിരുന്നു. ആ കുടുംബത്തിൽ പലരും അങ്ങനെ തന്നെ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് നിലയിൽ അല്പം വാക്കുകൾ പറയാൻ ഓർമ്മയൊന്നും ശരിയല്ല. എങ്കിലും അവസരം തന്നതിന് എല്ലാ നന്ദിയും ഞാൻ ചുമതലപ്പെട്ടവർക്ക് നൽകിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ 49 വർഷം മുൻപ് സ്വന്തം രാജ്യത്തേക്ക്, സ്വന്തം ഭവനത്തിലേക്ക് കടന്നുപോയതായ പ്രിയ പിതാവ് ഇപ്പോൾ അരനൂറ്റാണ്ടോളമായി. അന്ന് ഇളയ മക്കൾ കൈക്കുഞ്ഞുങ്ങളാണ്. അതിന് മുമ്പേലുള്ളതായ 6 മക്കൾ, 8 മക്കളാണല്ലോ അവർക്ക്. അവരൊന്നും കാര്യപ്രാപ്തിയിലേക്ക് വന്നിട്ടില്ല. ദൈവം നടത്തിയതായ വിധം ആ ദീർഘ പാത, 49 വർഷത്തെ പാത, അനേക നാഴികക്കല്ലുകൾ മക്കൾക്ക് ഓർപ്പാനായിട്ട് ഓരോ സ്ഥാനങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. 8 മക്കൾക്കും മരുമക്കൾക്കും അതൊക്കെയും വിവരിപ്പാനായിട്ട്